السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ربي يسر ولا تعسر وأنت أرحم الراحمين. റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ. ഏറെ പ്രിയങ്കരരായ ഫോക്കസ് അക്കാഡമിയിലെ നെറ്റ് ജെആർഎഫ് പഠിതാക്കളെ, എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് ഹാർദമായ സ്വാഗതം. 2024 ഡിസംബർ നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആ അർത്ഥത്തിൽ അറബിക് പേപ്പറിനെ സംബന്ധിച്ച് നന്നായി ധാരണയുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആദ്യമായി എഴുതുന്ന കുറച്ചു പേർ നമ്മളോടൊപ്പമുണ്ട്. അപ്പൊ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന അർത്ഥത്തിൽ ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു സിലബസ് വരുന്നത് എന്നുള്ളത്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഏത് രൂപത്തിലാണ് സാധാരണഗതിയിൽ വരുന്നത്, എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ഏതാനും ചില നിർദ്ദേശങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതോടുകൂടെ നമ്മൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ പഠിച്ചു കൊണ്ടേയിരിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മെ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങളുണ്ടാവും, പിന്നോട്ട് നയിക്കുന്ന കാര്യങ്ങളുണ്ടാവും. മുന്നോട്ട് നയിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ കൂടെ പഠിക്കുന്ന ആളുകളാവാം, അല്ലെങ്കിൽ മറ്റുള്ള ആരുടെയെങ്കിലൊക്കെ ചെറിയ വാചകങ്ങളോ അവരുടെ ജീവിതത്തിലെ ചെറിയ എന്തെങ്കിലും പുരോഗതികളോ നേട്ടങ്ങളോ ഒക്കെ ആയിരിക്കും നമ്മളെ ഈ ഒരു പഠനവേദിയിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ, മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങൾ. അതിലേറെ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങളുണ്ടാവാം. ഒന്നിപ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ പ്രതിസന്ധികൾ. തിരക്കുകളില്ലാത്ത ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും ഉണ്ട് അവരവരുടേതായ തിരക്കുകൾ. ഒന്നിപ്പോ നമ്മുടെ കൂട്ടത്തിൽ വീട്ടമ്മമാരായിട്ടുള്ള ആളുകളുണ്ട്, കുടുംബിനികളായിട്ടുള്ള ആളുകൾ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം മക്കളുണ്ട്, ആ മക്കളുടെ പഠനം നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ കുറച്ചുകൂടെ പ്രായമായ ആളുകളാണെങ്കിൽ വീട്ടില് രോഗികളായി കിടക്കുന്ന ആളുകൾ ഉണ്ടാവും. പിന്നെ തങ്ങളുടേതായ നിയന്ത്രണത്തിൽ കഴിയുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അവരെയൊക്കെ പരിഗണിക്കേണ്ടതുണ്ട്, ആ ജോലി ഭാരങ്ങൾക്കിടയിൽ പഠിക്കുന്ന ആളുകൾ. പിന്നെ മക്കൾ സ്വാഭാവികമായിട്ടും രാത്രി കൂടെ ഉണ്ടാവും. ആ സമയത്താണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ മിക്കവാറും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവുക. അപ്പോൾ പഠിക്കാനായി ഇരിക്കുമ്പോഴായിരിക്കും അവരും ഇതേപോലെ ഫോൺ ആവശ്യപ്പെടുകയും അവരുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് മദ്രസയുമായി ബന്ധപ്പെട്ട് ആ ഗ്രൂപ്പ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്, അവരുടെ മീറ്റിങ്ങുകൾ ഉണ്ടാവും. ഇങ്ങനെ പല പ്രയാസങ്ങൾ നമുക്ക് ഈ പഠനത്തിനിടയിൽ സ്വാഭാവികമായും സംഭവിക്കും. ഇനി ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ജോലിക്ക് പോകുന്ന ആളുകളായിരിക്കും, ഇനി സ്ത്രീകളിലും ഉണ്ടാവും ജോലിക്ക് പോകുന്ന ആളുകൾ. അപ്പോ ജോലിയുമായി ബന്ധപ്പെട്ട തിരക്കുകൾ, പിന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ രോഗം പിടിപെട്ടേക്കാം. അതുപോലെ സാമ്പത്തിക പ്രയാസം അനുഭവപ്പെടുന്ന ആളുകളുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രയാസം നേരിട്ട് കൊണ്ടേയിരിക്കുന്ന അല്ലെങ്കിൽ പരീക്ഷണത്തിന് വിധേയരായി കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ അവക്കിടയിലും അല്പസമയം നമ്മൾ നീക്കി വെച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമുക്കില്ല എങ്കിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകും. ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് ഫോക്കസ് അക്കാഡമിയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പഠന സംരംഭത്തിൽ ക്യാഷ് അടച്ച് ജോയിൻ ചെയ്തു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലെത്തും എന്നുള്ളത് ഒരിക്കലും വിചാരിക്കരുത്. മറിച്ച് കൃത്യമായി നമ്മുടെ കോഴ്സിനോട് കൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമാണ് നമ്മൾ ലക്ഷ്യത്തിലെത്തുക എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവണം. അത് ഇപ്പോ ഈ ഒരു തുടക്കത്തിൽ നമുക്കൊക്കെ ആവേശം ഉണ്ടാവും. ആവേശമുള്ളത് കൊണ്ടാണ് അല്പം ഫീ ചെലവായാലും ശരി ഈ ഒരു പഠന സംരംഭത്തോടൊപ്പം തുടരണം എന്ന് നമ്മൾ ഓരോരുത്തരും വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് എന്നാണോ നമ്മുടെ എക്സാം നടക്കുന്നത്, ഒരുപക്ഷെ ഡിസംബർ ആദ്യത്തിൽ തന്നെ എക്സാം നടന്നേക്കാം, ചിലപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് ജനുവരിയിലോ ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ എന്ന് എക്സാം വരികയാണെങ്കിലും ആ എക്സാം വരുന്നതിൻ്റെ അടുത്ത സമയം വരെ നമ്മൾ പഠനവുമായി തുടരുന്നില്ല എങ്കിൽ പലപ്പോഴും നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയില്ല. അപ്പൊ ചിലർക്കൊക്കെ ആശങ്ക ഉണ്ടാവും,
എന്ന് വെച്ചാൽ എന്നും ഇപ്പൊ എങ്ങനെ പഠിക്കാം, എന്നും പഠിച്ചു കൊള്ളണം എന്നില്ല. എന്നാലും നമ്മളിപ്പോ ജീവിതത്തിൽ ചിലപ്പോ ഓരോരോ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാവും. ഇപ്പൊ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് പിന്നെ അടുത്ത ആളുകൾക്ക് അസുഖമുണ്ടാവുന്നു, അല്ലെങ്കിൽ നമുക്ക് തന്നെ അസുഖം എന്തെങ്കിലുമൊക്കെ നേരിടുന്നു. അപ്പോ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസമൊക്കെ ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വരും. സ്വാഭാവികമായിട്ട് നമുക്ക് തുടരാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷെ സ്വന്തമായി പഠിക്കുന്നതിൽ നിന്ന് വിഭിന്നമായി ഒരു സംഘത്തോടൊപ്പം നമ്മൾ ഇതേപോലെ ഒരു കോച്ചിങ്ങിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കുമ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, നമുക്ക് അത്തരത്തിൽ ചെറിയ ഒന്നോ രണ്ടോ ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മാറി നിൽക്കേണ്ടി വന്നാലും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും ഗ്രൂപ്പിൽ ഫോൺ എടുക്കുന്ന സമയത്ത് മെസ്സേജുകൾ വരുന്നത്, ക്ലാസ്സുകൾ നടക്കുന്നത്. അപ്പൊ വീണ്ടും നമുക്ക് തിരിച്ചു വരാനുള്ള പ്രേരണ ഉണ്ടാവും. അത് നമുക്ക് ഉണ്ടാവുക എന്നുള്ളിടത്താണ് നമ്മൾ വിജയിക്കുന്നത്. എന്നതല്ലാതെ ആ ഗ്രൂപ്പ് നോക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടായിക്കൂടാ. ചിലർക്കെങ്കിലും സംഭവിക്കുന്ന അബദ്ധം തുടക്കത്തിലൊക്കെ ആവേശത്തിൽ കൂടെ ഉണ്ടാവും. പിന്നെ ഇതേ രൂപത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രതിസന്ധികൾ വരുമ്പോൾ അല്പം വിട്ടു നിൽക്കും. പിന്നെ തീരെ ഫോളോ ചെയ്യാത്ത അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. അങ്ങനെ ആയിക്കൂടാ. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇത്തവണ നമ്മുടെ ലക്ഷ്യം നേടിയിട്ടേ അടങ്ങൂ എന്ന ബോധ്യത്തോടു കൂടി, ആ ഒരു ഉത്തമമായ ലക്ഷ്യബോധത്തോടു കൂടി ആവണം നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് നീങ്ങേണ്ടത് എന്ന് ആമുഖമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്താണ്. അതോടൊപ്പം ചിലരെങ്കിലും കഴിഞ്ഞ വർഷങ്ങളിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ തവണയൊക്കെ നെറ്റ് എഴുതിയ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്തു JRF വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ച് ചെറിയ മാർക്കിന് ആയി പോകുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, പഠനം നമ്മൾ തുടർത്തുക എന്നുള്ളതല്ലാത്ത ഒരു പോംവഴിയും ഈ ഒരു എക്സാമിൽ ക്വാളിഫൈ ചെയ്യാൻ, നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ മാർഗമില്ല എന്നുള്ള വസ്തുത നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. നിങ്ങൾ JRF നേടിയിട്ടുള്ള ആരോട് ചോദിച്ചാലും അവർക്കൊക്കെ പറയാനുള്ളത്, അവരുടെ ആ സമയത്ത് പഠന സമയത്ത് അവർ നടത്തിയിട്ടുള്ള അധ്വാനങ്ങള്, പരിശ്രമങ്ങള്, നിരന്തരമായ പരിശ്രമങ്ങളുടെ ചരിത്രമാണ് അവർക്കൊക്കെ പറയാനുള്ളത്. അപ്പൊ അതുപോലെ ഇൻഷാ അല്ലാഹ് നമുക്കും മറ്റുള്ള ആളുകളോട് നാളെ പങ്കുവെക്കാൻ സാധിക്കണം. ഞാൻ ഇന്നാലിന്ന രൂപത്തിലൊക്കെ നന്നായി കഠിനമായി അധ്വാനിച്ചിട്ടാണ് എനിക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിച്ചിട്ടുള്ളത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. പിന്നെ ചെറിയ ചെറിയ മാർക്കുകൾക്ക് ഒരു ആൻസർ കൂടി ശരിയായിരുന്നെങ്കിൽ ഞാൻ നെറ്റ് കഴിഞ്ഞ തവണ ക്വാളിഫൈ ചെയ്തിരുന്നു, അല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്തിരുന്നു എന്ന് വിചാരിക്കുന്ന ആളുകളോട്, അല്ലെങ്കിൽ അങ്ങനെ സങ്കടപ്പെടുന്ന ആളുകളോടും പറയാനുള്ളത്, നമ്മൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു നിരാശയുണ്ടെങ്കിലും മറ്റൊരർത്ഥത്തിൽ നോക്കുമ്പോൾ നമുക്ക് വളരെ വലിയ പ്രതീക്ഷ കൂടിയുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഏകദേശം 2000 ചില്ലാനം ആളുകൾ എഴുതിയ എക്സാം, അതും നാഷണൽ ലെവലിൽ നമ്മുടെ ഇന്ത്യയിൽ ഈ അറബിക് എന്ന വിഷയത്തിൽ എഴുതിയിട്ടുള്ള 2000 ചില്ലാനം ആളുകളിലാണ് നമ്മൾ അത്രയും നല്ല ഒരു മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയ ഒരു പരിശ്രമവും കൂടി നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുമെന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി, നമ്മൾ കോൺഫിഡൻസോടുകൂടി ഇറങ്ങുകയാണെങ്കിൽ, പഠന വീതിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇത്തവണ നമ്മൾ JRF അല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കും. അത് തീരുമാനിക്കേണ്ടത് ഒരിക്കലും ഇതിന്റെ അഡ്മിൻസോ അല്ലെങ്കിൽ നമ്മുടെ ഫീ അടച്ചിട്ടുള്ള നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ നമ്മളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളോ അല്ല, മറിച്ച് നമ്മൾ ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ UGC നെറ്റ് എക്സാം എന്ന് പറയുമ്പോൾ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് അല്ലെ. നമ്മളിപ്പോ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ അല്ലെങ്കിൽ കോളേജ് തലങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള മിനിമം യോഗ്യതയാണ് നമ്മൾ ഈ ഒരു എക്സാം പാസ്സാവുന്നതിലൂടെ ഇൻഷാ അല്ലാഹ് നേടിയെടുക്കുന്നത്. സമീപ ഭാവിയിൽ എങ്ങനെയാവും നമുക്കറിയില്ല. നമ്മുടെ രാജ്യത്തിന്റെ എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ അനുസരിച്ച് മനസ്സിലാവുന്നത്, മതസ്ഥാപനങ്ങളിൽ പോലും പലപ്പോഴും ഇനി ഇതേ രൂപത്തിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾക്കായിരിക്കും പഠനത്തിന് അല്ലെങ്കിൽ പഠിപ്പിക്കാൻ സാധിക്കുക. അപ്പൊ എന്തായിരുന്നാലും നമ്മുടെ ചാൻസ് വർദ്ധിക്കുകയേ ഉള്ളൂ. ആ അർത്ഥത്തിൽ പോസിറ്റീവായി കണ്ടുകൊണ്ട് നമ്മളൊക്കെ നന്നായിട്ട് പഠന വീതിയിൽ കൂടെ ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മളാണ് നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യേണ്ടത്, മറ്റാരുമല്ല. നമ്മൾ സെറ്റ് ചെയ്തോ എങ്കിൽ അതനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കും. അപ്പോ സെറ്റ് യുവർ ഗോൾസ് എന്നുള്ളത് വളരെ പ്രധാനമാണ്.
അപ്പൊ നമ്മളിന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ അവിടെ ഉറപ്പിച്ചു വെക്കാം. 2024 ഡിസംബർ നെറ്റ് എക്സാം ഞാൻ എഴുതുന്നുവെങ്കിൽ എന്തായിരുന്നാലും ഞാൻ അതിൽ എന്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തിയിരിക്കും. അപ്പൊ അതനുസരിച്ച് കൊണ്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ ഇനി നമ്മുടെ മുമ്പിൽ പിന്നെ ഒരു ഏറ്റവും വലിയ കാര്യമായിട്ട് നമ്മൾ കാണേണ്ടത്. അപ്പോ ഗോള് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മൾ അത് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതും പ്രധാനമാണ്. ഇതൊക്കെ നമ്മൾ പല ക്ലാസ്സുകളിലും കേൾക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്നുകൂടി ഈ ഒരു പഠന സംരംഭത്തിന്റെ തുടക്കത്തിലുള്ളവർ എന്ന നിലയിൽ ഓർമ്മപ്പെടുത്താണ്. എന്താണ് വിഷ്വലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ സക്സസ് എന്ന് വെച്ചാൽ 2024 നെറ്റ് എഴുതി ആ നെറ്റിന്റെ റിസൾട്ട് വരുന്നത് നമ്മൾ ഇപ്പോൾ തന്നെ കാണാം. റിസൾട്ട് വരുമ്പോ ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്തു, അല്ല ഞാൻ JRF തന്നെ ക്വാളിഫൈ ചെയ്തു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും കാണാം. അത് ഇന്ന് നമുക്ക് ഒന്നുകൂടെ നമ്മുടെ സന്തോഷം പങ്കുവെക്കാറുള്ളത് നമ്മുടെ സോഷ്യൽ മീഡിയകളിലായിരിക്കും, അല്ലെ? ഇപ്പൊ നമ്മളെ പഠന വീതിയിൽ നമുക്ക് ഒരുപാട് താങ്ങായി നിന്ന ആളുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളാവും, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളായിരിക്കും. അവരൊക്കെ നമ്മളെ വിജയിക്കുന്നത് നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നുവോ അതിനേക്കാളും ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മെ പോറ്റി വളർത്തിയ അല്ലെങ്കിൽ നമുക്ക് താങ്ങായി നിന്ന ആ ആളുകളൊക്കെ. അപ്പോ അവർക്ക് നമ്മൾ അന്ന് ഒരു മെസ്സേജ് അയക്കുന്നത്, ഞാനിതാ JRF ക്വാളിഫൈ ചെയ്തിരിക്കുന്നു, ഐ ക്വാളിഫൈഡ് JRF അല്ലെങ്കിൽ ഐ ക്വാളിഫൈഡ് നെറ്റ് എന്ന് നമ്മൾ അവർക്ക് മെസ്സേജ് അയക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോട് നമ്മൾ ഫോൺ വിളിച്ചറിയിക്കുന്നത്, നമ്മുടെ പേരൻസിനോട് സന്തോഷത്തോടു കൂടി അത് പങ്കുവെക്കുന്നത് നമ്മൾ ഇപ്പോൾ തന്നെ അത് കാണുക. അതാണ് വിഷ്വലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ അതുകൊണ്ടുള്ള ഗുണം? നമ്മളിപ്പോ അന്ന് സ്റ്റാറ്റസ് വെക്കുകയാണ്, ഞാൻ JRF ക്വാളിഫൈ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്തു എന്ന് നമ്മൾ സ്റ്റാറ്റസ് വെക്കുന്നു. അതല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നു. അതുകൊണ്ടുള്ള അത് നമ്മൾ ഇപ്പോൾ തന്നെ വിഷ്വലൈസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നമ്മുടെ തലച്ചോറിന്റെ പ്രകൃതം ആ രൂപത്തിലാണ്. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത് അതനുസരിച്ച് കൊണ്ട് നമ്മുടെ തലച്ചോറ് അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും, അല്ലെ? ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ റോഡരികിൽ പല കാഴ്ചകളും നമ്മൾ കാണാറുണ്ട്. അവിടെ കടകളുണ്ട്, വാഹനങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് കെട്ടിടങ്ങൾ, വീടുകളൊക്കെ നമ്മൾ ആ വഴിയിൽ കാണാറുണ്ട്. പക്ഷെ നമ്മള് ആഗ്രഹിക്കുകയാണെന്ത്, അടുത്ത ആഴ്ച ഒരു കല്യാണം വരാനുണ്ട്, അല്ലെങ്കിൽ അടുത്ത മാസം ഒരു കല്യാണം വരാനുണ്ട്. അപ്പോ ആ കല്യാണത്തിന് പോകുമ്പോ ഇപ്പൊ പെൺകുട്ടികളാണെങ്കിൽ സ്വാഭാവികമായിട്ടും പുതിയ ഒരു ഡ്രസ്സ് എടുക്കണം എന്ന് ആഗ്രഹിച്ച് ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് പിന്നീട് യാത്ര ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനു മുമ്പ് യാത്ര ചെയ്ത പോലെ ആവൂല. ആ യാത്രക്കിടയിൽ കാണുന്ന ഓരോ ടെക്സ്റ്റൈൽസിലും താൻ ഉദ്ദേശിച്ച ഡ്രസ്സുകൾ അവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അതിനു മുമ്പ് ആ ഡ്രസ്സ് അവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ ആഗ്രഹിച്ച സമയത്ത് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ ആ ഡ്രസ്സുകൾ കണ്ടുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ വാഹനം എടുക്കാൻ ഉദ്ദേശിച്ച, ബൈക്ക് എടുക്കാൻ ഉദ്ദേശിച്ച ആള്, കാർ എടുക്കാൻ ഉദ്ദേശിച്ച ആളാണെങ്കിൽ അയാൾ പിന്നെ ആ ഉദ്ദേശിച്ച വാഹനങ്ങൾ എങ്ങനെ വ്യത്യസ്ത കളറിലുള്ളത് അല്ലെങ്കിൽ മോഡലിലുള്ളത് കണ്ടുകൊണ്ടേയിരിക്കും. വീട് പണിയാണെങ്കിൽ കുറച്ചുകൂടി മുതിർന്ന ആളുകൾക്ക് അറിയാം, അല്ലെ? വീട് പണി ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ കാണുക വ്യത്യസ്ത മോഡലുള്ള വീട് പണിയും, അതേപോലെ തന്നെ ചെറിയ വീട് അത് തന്നെ മനോഹരമായ രൂപത്തിൽ നിർമ്മിച്ചത് ഏതാണ്, അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. ഇത് ആദ്യവും അവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ ആഗ്രഹിച്ചത് മുതൽ നമ്മുടെ മൈൻഡ് ആ രൂപത്തിലായി. ഇതുപോലെയാണ് നമ്മൾ നമ്മുടെ വിജയം ലക്ഷ്യം കണ്ടുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജുകൾ നമ്മൾ കാണും. നോട്ട്സ് വായിക്കണമെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവും. ആരൊക്കെ വായിച്ചിട്ടില്ലെങ്കിലും, അതേപോലെ തന്നെ ഗ്രൂപ്പിൽ മോഡൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ അത് അറ്റൻഡ് ചെയ്യും. കാരണം നമുക്കൊരു ലക്ഷ്യമുണ്ട്, ഇത്തവണ ഞാൻ JRF ക്വാളിഫൈ ചെയ്തിരിക്കും, നെറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കും എന്ന ചിന്തയോട് കൂടി ആയിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. മാത്രവുമല്ല ഒരു കാര്യവും കൂടി ഉണർത്തുകയാണ്, കഴിഞ്ഞ എക്സാമുകൾക്കൊക്കെ അല്പം വായിച്ച ആളുകളോട് ഒന്നുകൂടി അടിവരയിട്ട് ഉണർത്താനുള്ള കാര്യം, ഇപ്പോ സിലബസ് ഈ കഴിഞ്ഞ ജൂണിൽ മാറേണ്ടതാണ്. കാരണം ആ രൂപത്തിൽ NTA പ്രഖ്യാപിച്ചിരുന്നു, പക്ഷെ ആ സമയത്ത് മാറിയിട്ടില്ല. ഇനിയിപ്പോ ഈ ഡിസംബർ എക്സാമിനേഷനും മാറാൻ സാധ്യതയില്ല.
കാരണം ചെറിയ കോംപ്ലിക്കേഷൻ ഈ ഒരു എക്സാമിന് വന്നതുകൊണ്ട്. അപ്പൊ പിന്നെ അടുത്ത 2025 ജൂൺ എക്സാമിലേക്ക് മിക്കവാറും സിലബസ് മാറാനാണ് സാധ്യത. അപ്പൊ പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ പ്രിപ്പയർ ചെയ്ത, നമ്മൾ വായിച്ചുണ്ടാക്കിയ ആ നോട്ട്സ് ഒക്കെ അങ്ങോട്ട് മാറ്റിവെച്ച് വീണ്ടും നമ്മൾ പുതിയ നോട്ട്സുമായിട്ട് ഈ പഠന രീതിയിലേക്ക് ഇറങ്ങേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പോ നമ്മളിപ്പോ പലരോടും ആവശ്യപ്പെട്ടായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു കോഴ്സിന് ഫീ അടച്ചിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ആരും നമ്മളെ ഈ രൂപത്തിൽ സാമ്പത്തികമായി സഹായിച്ചിട്ടില്ലെങ്കിലും നമ്മൾ അല്പം സമയമൊക്കെ ഇനിയുള്ള ദിവസങ്ങൾ ഇങ്ങനെ ചെലവഴിക്കും പഠനത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് എക്സാം വന്നു, എക്സാം എഴുതാൻ പോകുന്നതും മിക്കവാറും എല്ലാവരും അറിയും. റിസൾട്ട് വരുന്ന സമയത്ത് എന്തായി, എക്സാമിന്റെ റിസൾട്ട് വന്നോ എന്ന് ഡെയിലി ചോദിക്കും. അപ്പൊ ആ സമയത്ത് ഒന്നുകിൽ നമ്മൾ വന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും, കുറച്ച് ദിവസമൊക്കെ അങ്ങനെ പറയാം. അതിലപ്പുറം അതെ ഞാൻ ക്വാളിഫൈ ചെയ്തു എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. എന്നതല്ലാതെ ഇനിയിപ്പോ ഡിസംബറിലെ നെറ്റ് എഴുതി അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അടുത്ത ജൂണിലെ എക്സാമിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഇതേപോലെ ഒരു 6 മാസം പഠിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പ്രിപ്പയർ ചെയ്ത ആളുകൾ ഒന്നുകൂടി ആ കാര്യം ശ്രദ്ധിക്കണം. അപ്പോ പുതുതായി തുടങ്ങുന്ന ആളുകളും അതേപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പ്രിപ്പയർ ചെയ്ത ആളുകളൊക്കെ ഒരു നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി അല്പസമയം കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഈ പഠന രീതിയിലേക്ക് ഇറങ്ങണം. എന്നിട്ട് ഇത്തവണ തന്നെ ക്വാളിഫൈ ചെയ്യണമെന്നാണ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. കഴിഞ്ഞ ബാച്ചിലൊക്കെ ഉള്ള ആളുകൾ കേട്ട ഒരു കാര്യമാണെങ്കിലും ഞാൻ എൻ്റെ അനുഭവം ചെറിയ രൂപത്തിലൊന്ന് പറയാം. എന്ന് വെച്ചാൽ ഞാൻ 2009 PG കഴിഞ്ഞു, 2011 BEd കഴിയുന്നത്. എന്നിട്ട് ആ സമയത്ത് ഞാൻ നെറ്റ് എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ സെറ്റ് എക്സാമും എഴുതിയിട്ടുണ്ട്. എനിക്ക് ആ സമയത്ത് കിട്ടിയിട്ടില്ല. രണ്ടും ഏകദേശം 4 തവണ ഞാൻ എഴുതിയിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. അപ്പൊ എന്തേ കിട്ടാതിരുന്നതെന്ന് ചോദിച്ചാൽ അന്ന് സിലബസ് ഓറിയന്റഡ് ആയി ഞാൻ പഠിച്ചിട്ടില്ല. തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ തന്നെ പറയാൻ സാധിക്കും. കാരണം പൊതുവെയുള്ള നമുക്കൊക്കെ ഉണ്ടാവുന്ന ധാരണ PG കഴിഞ്ഞാൽ എനിക്ക് അറബിക്ക് അത്യാവശ്യമൊക്കെ അറിയാം, പിന്നെ ജനറൽ പേപ്പർ എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഏതായാലും നോക്കിയിട്ട് കാര്യമില്ല, കാരണം അത് ഇംഗ്ലീഷിലാണ്. അപ്പൊ അതുകൊണ്ട് അത് വായിച്ചാൽ എന്തായിരുന്നാലും കിട്ടൂല എന്നുള്ള രൂപത്തിൽ കുറച്ചൊക്കെ നോക്കും. അത് നോക്കിയാൽ തന്നെ നമുക്ക് ഒന്നുകൂടി പ്രയാസമാണെന്ന് തോന്നിയിട്ട് അത് ചിലപ്പം ഒഴിവാക്കിയിട്ട് കുറച്ചൊക്കെ അറബി ഒന്ന് നോക്കാനേ നമ്മൾ പലപ്പോഴും ശ്രമിക്കുള്ളൂ. അങ്ങനെയാണ് ഞാനും അന്ന് എക്സാം എഴുതിയിട്ടുള്ളത്. എനിക്ക് ആ സമയത്ത് കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഈ ഭാഗമൊക്കെ ഒഴിവാക്കി ഏകദേശം ഒരു 7-8 വർഷം ബിസിനസ്സിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ തിരിച്ചു വരുന്നത് ഏകദേശം 2019 കൂടിയാണ്. അതിനുശേഷമാണ് ഞാൻ 2018 ലാസ്റ്റിൽ വന്നു കേട്ടറ്റിന് വേണ്ടിയിട്ടാണ് പ്രിപ്പറേഷൻ ആരംഭിക്കുന്നത്. അപ്പൊ അതിന് എനിക്ക് ആ സമയത്ത് നെറ്റിന് കൂടിയിട്ട് ഇതിനോട് കൂടെ തന്നെ നോക്കാം എന്ന നിലയിൽ ആ സമയത്ത് പഠനത്തിന് സഹായികൾ എന്നോണം ലഭിച്ച ആളുകളാണ് ഡോക്ടർ സുലൈമാൻ സാർ, അതുപോലെ തന്നെ നസറുദ്ദീൻ സാർ. അങ്ങനെ ഞങ്ങൾ 3 പേര്, അതുപോലെ തന്നെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. 4 പേരും കൂടി ഒരുമിച്ച് അല്പ ദിവസം കഷ്ടപ്പെട്ട് തന്നെ നോക്കിയത് കാരണമാണ് അൽഹംദുലില്ലാ 2019 എനിക്ക് കേട്ടറ്റ് 3, അതുപോലെ തന്നെ കേട്ടറ്റ് 4, പിന്നെ നെറ്റ്, സെറ്റ് ഇതെല്ലാം ലഭിച്ചിട്ടുള്ളത്. ഞാനിത് പറഞ്ഞത് എന്റെ വലിപ്പം പറയാനല്ല, മറിച്ച് ഇതിന് സമാനമായി നമ്മുടെ കൂട്ടത്തിൽ പലരുമുണ്ട്. ഒരു പക്ഷെ കുറച്ചു കാലമൊക്കെ വിട്ടുനിന്ന് ഇനി എങ്ങനെയെങ്കിലും എനിക്ക് നെറ്റ് കിട്ടണം, അതുപോലെ തന്നെ കുറച്ച് തവണക്ക് നെറ്റ് എഴുതിയിട്ടുണ്ട് പക്ഷെ നെറ്റ് കിട്ടാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ ആദ്യമായി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. നമുക്കിതിൽ ഏറ്റവും വേണ്ടത്, എനിക്ക് ആ 2019 കിട്ടാനുള്ള കാരണം, അതും ഏകദേശം 7-8 വർഷം പഠനത്തിൽ ഗ്യാപ്പ് വന്ന് പിന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള പഠനം കൊണ്ട് തന്നെയാണ്, അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി അൽഹംദുലില്ലാ. അപ്പോ ആ ഒരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും കിട്ടാവുന്നതേ ഉള്ളൂ ഈ ഒരു നെറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും അതേ രൂപത്തിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് വിജയിക്കാൻ സാധിക്കും. അപ്പൊ പരമാവധി ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രമാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി ചിലർക്കുള്ള 1-2 സംശയങ്ങൾ മാത്രം പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാണ്. അതായത് ഇപ്പൊ ചിലരൊക്കെ PG ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നമുക്ക് PG ചെയ്തുകൊണ്ടിരിക്കെ നെറ്റ് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതെ, നെറ്റ് എഴുതാൻ പറ്റും. ജസ്റ്റ് നമ്മൾ PGക്ക് രജിസ്റ്റർ ചെയ്താൽ തന്നെ നമുക്ക് നെറ്റ് എക്സാം എഴുതാം. പക്ഷെ നെറ്റ് എഴുതി നമ്മൾ ഇത്തവണ ക്വാളിഫൈ ചെയ്താൽ നമ്മുടെ PG നമ്മൾ 2 വർഷത്തിനിടയിൽ കംപ്ലീറ്റ് ചെയ്യണം. അത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതിനിടയിൽ നമ്മൾ എന്ത് ചെയ്യരുത്,
PG ഡിസ്കണ്ടിന്യൂ ചെയ്യരുത്. അപ്പൊ അഥവാ നമ്മൾ നെറ്റ് ക്വാളിഫൈ ചെയ്തു അല്ലെങ്കിൽ JRF തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഇൻവാലിഡ് ആയി മാറും 2 വർഷത്തിനിടയിൽ നമ്മൾ PG കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ. അതോടൊപ്പം PGയിൽ നമുക്ക് മിനിമം 55 മാർക്ക് ലഭിച്ചിരിക്കുകയും വേണം. അപ്പോ നമ്മൾ OBC-ക്കാരായിരിക്കും മിക്കവാറും എല്ലാവരും. അപ്പൊ നമുക്ക് 5% കൂടി ഇളവുണ്ട്. അഥവാ 50% മാർക്ക് PGക്ക് നമുക്ക് ലഭിച്ചിരിക്കണം. എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും നെറ്റ് എക്സാം എഴുതാവുന്നതാണ്. അതിപ്പോ PG ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ആ റിസൾട്ട് വരുന്ന സമയത്ത് 50%-ലധികം മാർക്ക് ലഭിക്കണം എന്നുള്ള വസ്തുത നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. ഇതാണ് ഇപ്പൊ മിനിമം യോഗ്യത നെറ്റ് എഴുതാനുള്ള എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഏജ് ലിമിറ്റ് ഇല്ല, നമുക്ക് എത്ര വയസ്സായിട്ടുണ്ടെങ്കിലും ഈ ഒരു നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരും പ്രയാസപ്പെടേണ്ടതില്ല. ഇനി JRF-ന് വേണ്ടി ട്രൈ ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത് 30 വയസ്സ് വരെ നമുക്ക് JRF-ന് വേണ്ടിയിട്ട് എഴുതാം. അതിൽ തന്നെ നമുക്ക് 3 വർഷവും കൂടി ഇളവുണ്ട്. എന്ന് വെച്ചാൽ ഈ വിഭാഗം ആളുകൾക്ക് നമ്മൾ എന്തായിരുന്നാലും OBC വിഭാഗത്തിലായിരിക്കും മിക്കവാറും ഉണ്ടാവുക എന്നുള്ളത് കൊണ്ടാണ് ഇത് മാത്രം പറയുന്നത്. അതല്ല, മറ്റു കാറ്റഗറിയിലൊക്കെ വരുന്ന ഈ ഒരു പിന്നെ റിലാക്സേഷന് സാധ്യതയുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു 5 വയസ്സ് കൂടി ഏജ് റിലാക്സേഷൻ ഇളവുണ്ട് എന്നർത്ഥം. അഥവാ 30+5 35 വയസ്സ് വരെ JRF-ന് വേണ്ടിയിട്ട് എഴുതാവുന്നതാണ്. അപ്പൊ ഒരാൾക്കിപ്പോ PG കഴിഞ്ഞു, കുറച്ച് തവണ നെറ്റൊക്കെ എഴുതി, പക്ഷെ കിട്ടിയിട്ടില്ല. അതല്ലെങ്കിൽ നെറ്റ് മുമ്പ് കിട്ടിയതാണ്, പക്ഷെ ഇപ്പൊ JRF-ന് വേണ്ടി ട്രൈ ചെയ്യുമ്പോഴും നമ്മൾ അറിയാം 35 വയസ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാം, JRF-ന് വേണ്ടിയിട്ട് എഴുതാവുന്നതാണ്. JRF കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഗുണം എല്ലാവർക്കും അറിയുന്നതാണ്. നമുക്ക് PhD ഫെലോഷിപ്പോട് കൂടി എഴുതാം. ഏകദേശം ഒരു 40 ചില്ലാനം രൂപ ഓരോ മാസവും നമ്മൾ PhD ചെയ്യുന്ന സമയത്ത് ലഭിച്ചുകൊണ്ടേയിരിക്കും. അത് 2 വർഷം കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് സംഖ്യ കൂടി SRF ആയി മാറും. അപ്പൊ അങ്ങനെ നമുക്ക് പിന്നെ ഫെലോഷിപ്പോട് കൂടി PhD ചെയ്യാം എന്നുള്ളതാണ് JRF കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണം. വേറെ എന്തെങ്കിലുമൊക്കെ പ്രൈവറ്റ് ജോലികൾ നമുക്ക് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ശമ്പളത്തോടു കൂടി നമുക്ക് ഒരു ഡോക്ടർ എന്ന പേര് കൂടി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും JRF കിട്ടിക്കഴിഞ്ഞാൽ എന്നുള്ളതാണ് ഇതിന്റെ ഒരു പോസിറ്റീവ് വശം. ഇനി അതിന്റെ ഒരു മറുവശവും കൂടിയുണ്ട്. അതെല്ലാവരും അറിയാനാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോ PG കഴിഞ്ഞ ഉടനെ ഒരാൾ നെറ്റ് എഴുതി എന്ന് വിചാരിക്കാം. അയാൾക്ക് ഇത്തവണ എന്ത് ചെയ്യാം, നെറ്റ് എഴുതാം. അയാള് നെറ്റ് എഴുതുന്നുണ്ട്, അയാൾക്ക് ആ സമയത്ത് തന്നെ നെറ്റ് കിട്ടി. അപ്പൊ അയാള് അടുത്ത വർഷവും അയാൾ എന്ത് ചെയ്യും, ഇപ്പോ ഡിസംബറിലാണ് അയാൾ നെറ്റ് എക്സാം എഴുതിയിട്ടുള്ളത് എന്ന് വിചാരിച്ചോളൂ. തൊട്ടടുത്ത ജൂൺ എക്സാമിന് അയാൾ എന്ത് ചെയ്യും, JRF-ന് വേണ്ടിയിട്ട് നമ്മോട് കൂടെ മത്സരിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ പിന്നെ വരുന്ന ഡിസംബർ എക്സാമിനൊക്കെ അയാൾക്ക് എന്ത് ചെയ്യാം, 35 വയസ്സാവുന്നത് വരെ അയാൾക്ക് മത്സരിക്കാം. എന്ന് വെച്ചാൽ നമ്മോട് കൂടെ എക്സാം എഴുതുന്നവരിൽ JRF-ന് വേണ്ടി ട്രൈ ചെയ്യുന്ന കുറച്ച് പേർ കൂടി ഉണ്ടാവും. അവർക്ക് നെറ്റൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ എന്താ സംഭവിക്കാൻ ചോദിച്ചാൽ ടോട്ടലി ഈ ഒരു പ്രാവശ്യം നെറ്റ് കിട്ടുന്ന ആളുകൾ എന്ന് പറയുന്നത് ടോട്ടൽ എഴുതുന്ന ആളുകളുടെ 6% ആളുകൾക്കാണ് JRF കിട്ടുക, അല്ല നെറ്റ് കിട്ടുക. അതേപോലെ തന്നെ JRF 2% ആളുകൾക്ക്, അല്ലെങ്കിൽ 1%-ലധികം, 2%-ന് താഴെയായിട്ട് 1%-ലധികം ഒക്കെ ചിലപ്പോൾ കാണാറുണ്ട്. അപ്പൊ ഏകദേശം ഒരു 1000 ആൾ എഴുതിയാൽ 10 പേർക്കാണ് ആ പ്രാവശ്യം JRF കിട്ടുക. അതുപോലെ തന്നെ 100 ആളുകൾക്ക് എന്ത് ചെയ്യും, നെറ്റും ലഭിക്കും. അപ്പൊ ഈ 100-ൽ ആരുണ്ടാവും, ഒരു പക്ഷേ വീണ്ടും JRF-ന് വേണ്ടി ട്രൈ ചെയ്യുന്ന ആളുകൾ. അവർക്ക് ഇങ്ങനെ നെറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. അവർക്ക് നെറ്റ് കൂടുതൽ കിട്ടിയത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിടയിൽ ചിലരൊക്കെ കാണാൻ പറ്റും 5ഉം 6ഉം തവണയൊക്കെ നെറ്റ് കിട്ടിയ ആളുകളുണ്ട്. അപ്പൊ അവര് ആ നെറ്റ് കുറെ കിട്ടി എന്നുള്ളത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പക്ഷെ JRF-ന് വേണ്ടി ട്രൈ ചെയ്യുമ്പോഴാണ് അവർക്കത് കിട്ടുന്നത്. പക്ഷെ അതോടുകൂടി മറ്റൊരാളുടെ അവസരവും കൂടി അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോ 1000 ആളിൽ എഴുതുന്നതിൽ 100-ൽ ഈ രൂപത്തിൽ എഴുതുന്ന കുറച്ച് JRF-ന് എഴുതുന്ന ആളുകളുടെ ഇതും കഴിച്ചിട്ടാണ് നമ്മൾ അവിടെ സ്ഥാനം പിടിക്കുക എന്ന് വിചാരിച്ച് നമ്മൾ ആരും നിരാശപ്പെടേണ്ടതില്ല. ഫോക്കസിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് 37, 38 ആളുകൾക്കൊക്കെ കഴിഞ്ഞ ബാച്ചുകളിൽ
നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരു വർഷം ഏകദേശം 10ഓളം ആളുകൾക്ക് JRF തന്നെ നേടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് കൃത്യമായി നമ്മുടെ പഠനവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. ഇനി ഏകദേശം ഇപ്പോ കഴിഞ്ഞ കാല നെറ്റ് എക്സാമുകളിൽ ഈ പുതിയ സിലബസ് വന്നത് മുതൽ അല്ലെങ്കിൽ അതിനോട് തൊട്ടടുത്ത വർഷത്തെ മുമ്പുള്ള വർഷത്തെ ഒരു കട്ട് ഓഫ് കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. 2018 ജൂലൈ മുതൽക്ക് 2023 ഡിസംബർ വരെ നെറ്റ് എക്സാമുകളിൽ അറബിക്കിൽ വന്നിട്ടുള്ള കട്ട് ഓഫ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ടോട്ടല് 300 മാർക്കിനാണ് നമുക്ക് എക്സാം ഉള്ളത് എന്നറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ 50 ക്വസ്റ്റ്യന് ജനറൽ പേപ്പറിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം. അപ്പൊ അങ്ങനെ ടോട്ടലി 100 മാർക്ക് ജനറൽ പേപ്പറിൽ. അതുപോലെ തന്നെ അറബിക്കിലാണെങ്കിൽ 100 ക്വസ്റ്റ്യൻ ആണുള്ളത്. അതിൽ ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാവുമ്പോൾ 200 മാർക്ക്. അങ്ങനെ ടോട്ടലി 300 മാർക്കാണ് നമുക്ക് ഈ ഒരു നെറ്റ് എക്സാമിൽ വരുന്നത്. അതിൽ 2018 ജൂലൈയിൽ 51.33% എന്ന് വെച്ചാൽ 154 മാർക്ക് ലഭിച്ചാൽ നെറ്റ് ക്വാളിഫൈ ചെയ്യാമായിരുന്നു. ഇതിപ്പോ ഇവിടെ OBC വിഭാഗത്തിൽപ്പെട്ട കണക്ക് മാത്രമാണ് ഞാനിവിടെ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ 2018 നോക്കൂ 164 മാർക്ക്, 2019 ജൂണില് 164, ഡിസംബറിൽ 170 മാറി. അതുപോലെ തന്നെ ജൂൺ 2020 ആയപ്പോൾ അത് 178 കട്ട് ഓഫ്. അതുപോലെ തന്നെ പിന്നെ തൊട്ടടുത്ത 2 പ്രാവശ്യം 178 തന്നെയാണ്. പിന്നീട് ഡിസംബർ 2022 174 എന്ന് വെച്ചാൽ കുറച്ച് കുറഞ്ഞു. പിന്നെ 2023 ജൂണിൽ ആയപ്പോ നെറ്റിന്റെ കട്ട് ഓഫ് നോക്കൂ നിങ്ങൾ, 196 ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിസംബർ 2023 അതിന്റെ റിസൾട്ട് ആണ് ഇപ്പൊ ലാസ്റ്റ് വന്നത്. ഇപ്പൊ ഈ ജൂണിലേത് എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല, വീണ്ടും നടത്തേണ്ടി വന്നു. അപ്പോ എക്സാം റിസൾട്ട് വന്നിട്ടില്ല. ഏതായിരുന്നാലും അതില് ഡിസംബറിൽ 190 മാർക്കായിരുന്നു നെറ്റിന്റെ കട്ട് ഓഫ്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്കൊരു കാര്യം ബോധ്യമാക്കി തരുന്നുണ്ട്. ഒന്നിപ്പോ ലാസ്റ്റത്തെ 2 എക്സാം എളുപ്പമായിരുന്നു എന്ന് പറയാമെങ്കിലും അതിലപ്പുറം ഇത്തരത്തിൽ നെറ്റിന് അല്ലെങ്കിൽ JRFന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നുള്ളത് കൂടി ഒരു വസ്തുതയാണ്. കാരണം അത്രയും ആളുകൾ നന്നായിട്ട് പരിശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതനുസരിച്ച് ഇപ്പൊ ഈ 1000-ൽ 100 പേര് ഇതേ രൂപത്തിൽ, പിന്നെ 1000-ല് ഏകദേശം ഒരു 60 പേര് ഇതേപോലെ നെറ്റ് ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവര് വരാവുന്ന രൂപത്തിലുള്ള ഒരു കട്ട് ഓഫ്, ഈ 60 ആവുന്ന രൂപത്തിലുള്ള ഒരു കട്ട് ഓഫ് ആണ് നിശ്ചയിക്കുക. അപ്പോ 196 മാർക്ക് അതിന്റെ മുകളിൽ ലഭിച്ച ഏകദേശം ഒരു 60 ആളുകൾ ഉണ്ടെങ്കിൽ ആ രൂപത്തിലാണ് ഇപ്പൊ ഇങ്ങനെ കട്ട് ഓഫ് നിശ്ചയിക്കുന്നത്. ഇനി JRFന്റെ കട്ട് ഓഫും അവിടെ അപ്പുറത്ത് നൽകിയിട്ടുണ്ട്. അവിടെ നോക്കൂ, അതിലും ഇതേ രൂപത്തിലുള്ള വ്യത്യാസം നമുക്ക് കാണാവുന്നതാണ്. 196-ൽ നിന്ന് തുടങ്ങി പിന്നെ 2 പ്രാവശ്യം 200 അങ്ങനെ അവസാനമായപ്പോഴേക്ക് ഏകദേശം ജൂൺ 2023 224 മാർക്കാണ് JRFന്റെ കട്ട് ഓഫ്, 220 മാർക്കാണ് ഡിസംബറിൽ JRFന്റെ കട്ട് ഓഫ് 2023. അപ്പൊ ഇങ്ങനെയാണ് ഏകദേശം ഒരു രൂപം വരുന്നത്. അപ്പോ നമുക്കിപ്പോ അറബിക്കിൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന് 2 മാർക്ക് വീതം എന്നുള്ള രൂപത്തിൽ 200 മാർക്ക് നമുക്ക് സ്കോർ ചെയ്താൽ നമുക്ക് ബാക്കി ഏതിൽ നിന്ന് സ്കോർ ചെയ്താൽ മതി, ജനറൽ പേപ്പറിൽ നിന്ന് സ്കോർ ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ചിലരുണ്ടാവും. കാരണം ജനറൽ പേപ്പർ എന്തായിരുന്നാലും നടക്കൂല. അപ്പൊ 200 മാർക്കിന് എന്തായിരുന്നാലും അറബിക്കിൽ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, അറബിക്ക് നന്നായിട്ട് അങ്ങോട്ട് നോക്കിയിട്ട് അതിൽ എന്ത് ചെയ്യാം, പരമാവധി മാർക്ക് സ്കോർ ചെയ്യാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. നല്ല ചിന്ത തന്നെയാണ്. പക്ഷെ പലപ്പോഴും എത്ര JRF കിട്ടിയ അല്ലെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്ത ആളുകൾക്കും അതിലൊരു ലിമിറ്റ് ഉണ്ടാവും. എന്തായിരുന്നാലും 200-ൽ ഏകദേശം ഒരു നമുക്ക് നല്ല രൂപത്തിലൊക്കെ പ്രിപ്പയർ ചെയ്താൽ അത്യാവശ്യം മാർക്കൊക്കെ ലഭിക്കുമെങ്കിലും കുറച്ച് മാർക്ക് നമ്മൾ എന്തായിരുന്നാലും ജനറൽ പേപ്പറിൽ നിന്നും നേടാൻ നമ്മൾ ശ്രമിച്ചെങ്കിലേ നമുക്ക് പലപ്പോഴും ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. അത് നെറ്റിനായിരുന്നാലും JRFനായിരുന്നാലും ശരി. ഇനി നമ്മുടെ സിലബസിലേക്ക് പ്രവേശിക്കാം. സിലബസ് നെറ്റ് അറബിക്കിന്റെ സിലബസ് ഈ രൂപത്തിലാണ്. ജനറൽ പേപ്പറിന്റെ സിലബസ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അപ്പൊ അറബിക്കിന്റെ സിലബസ് നമുക്ക് 10 യൂണിറ്റിൽ, ഇതിൽ ഓരോ യൂണിറ്റും വരുന്നത് ഈ രൂപത്തിലാണ്. യൂണിറ്റ് 1 എന്ന് പറയുന്നത് അഷ്ആറുൽ അറബി ഹത്തൽ അസ്റിൽ അബ്ബാസി എന്ന് പറയുന്ന യൂണിറ്റ് ആണ്.
എന്ന് വെച്ചാൽ അറബിക് പോയട്രി അപ് ടു അബ്ബാസിഡ് പീരീഡ്. അറബി സാഹിത്യ ചരിത്രം പഠിച്ച ആളുകളായിരിക്കും ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരും, കുറച്ചെങ്കിലും നമ്മൾ ടച്ച് ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പൊ അതില് ഗദ്യ സാഹിത്യവും ഉണ്ട്, പദ്യ സാഹിത്യവും ഉണ്ട്. അതിന് പദ്യ സാഹിത്യം അത് ജാഹിലി കാലഘട്ടം മുതൽക്ക് ഇങ്ങോട്ട് അബ്ബാസി കാലഘട്ടം വരെ, അതാണ് ഒന്നാമത്തെ യൂണിറ്റ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി രണ്ടാമത്തെ യൂണിറ്റ് ഗദ്യ സാഹിത്യമാണ്. അപ്പൊ രണ്ടും ഏകദേശം ഒരേ കാര്യം തന്നെയാണ്, ഒന്ന് പദ്യവും മറ്റൊന്ന് ഗദ്യവുമാണ് എന്നേ ഉള്ളൂ. ഒരേ പീരീഡിലുള്ള ഗദ്യ സാഹിത്യവും പദ്യ സാഹിത്യവും, അതാണ് ഇപ്പോൾ 1-2 യൂണിറ്റുകളിലുള്ളത്. അന്നസറുൽ അറബി ഹത്തൽ അസ്റുൽ അബ്ബാസി, അറബിക് പ്രോസ് അപ് ടു അബ്ബാസിഡ് പീരീഡ്, അതാണ് രണ്ടാമത്തെ യൂണിറ്റിലുള്ളത്. ഓക്കെ, അപ്പൊ അതില് കുറച്ച് പിന്നെ ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് യൂണിറ്റ് നമുക്ക് പരിചയപ്പെടാം. അതുപോലെ തന്നെ യൂണിറ്റ് 3 അദബുൽ മഹ്ജർ വൽ അദബുൽ ഉന്ദുലുസി എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. മൈഗ്രന്റ് ആൻഡ് അന്തലൂസിയൻ ലിറ്ററേച്ചർ. അതില് മഹ്ജർ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് മോഡേൺ പീരീഡുമായി ബന്ധപ്പെടുത്താവുന്ന ഒരു പിന്നെ ഭാഗമാണ് അദബുൽ മഹ്ജർ. അല്ലെ, കുറച്ച് സാഹിത്യകാരന്മാർ പ്രത്യേകിച്ച് സിറിയ, ലബനാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് അവിടുത്തെ ചെറിയ വൈദേശിക ശക്തികളുടെ പിന്നെ എന്താണ് പറയാ, അവിടുത്തെ അധിനിവേശം കാരണത്താലും അതുപോലെ തന്നെ അവരുടെ തന്നെ ചില നാട്ടിലുള്ള പ്രയാസം കാരണത്താൽ, പേഴ്സണലി ആയിട്ടുള്ള കാരണത്താൽ എല്ലാം അവരെന്ത് ചെയ്തു, അമേരിക്കയിലെ വടക്കേ അമേരിക്കയിലേക്കും അതേപോലെ തന്നെ തെക്കേ അമേരിക്കയിലേക്കും യാത്ര ചെയ്യുകയുണ്ടായി. അങ്ങനെ അവിടെ താമസമാക്കി, അവിടെ സാഹിത്യ സംഘടനകൾ ഉണ്ടാക്കി. അങ്ങനെ അവിടെയുള്ള സാഹിത്യവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതാണ് ഇപ്പൊ അദബുൽ മഹ്ജർ എന്ന ഏരിയയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ പിന്നെ സ്പെയിൻ ലിറ്ററേച്ചർ ആണ്. അതിൽ പ്രത്യേകിച്ച് അബ്ബാസി കാലഘട്ടം, ആ ഒരു അബ്ബാസി കാലഘട്ടം ഏകദേശം ആരംഭിച്ച് അല്പം കഴിയുമ്പോൾ തന്നെ ആരംഭിക്കുന്നതാണ് ഈ പറയുന്ന സ്പെയിനിലെ അറബി സാഹിത്യം എന്ന് പറയുന്നത്. അവിടെ സ്പെയിനിൽ ഭരണകൂടം നിലവിൽ വന്നത് ഏകദേശം ഹിജറ 138 അപ്പൊ അതിനുശേഷം അവിടെ അറബി സാഹിത്യത്തിൽ കുറച്ച് വളർച്ചയുണ്ടായി. അപ്പൊ അവിടെ കുറച്ച് അറബി സാഹിത്യകാരന്മാർ നസ്റില് അതുപോലെ തന്നെ ഷിഅറിൽ വരുന്നുണ്ട്. നമുക്ക് സിലബസിൽ പ്രത്യേകമായി പരാമർശിക്കപ്പെട്ടിട്ടുള്ള കുറച്ച് ആളുകൾ, അവരെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ യൂണിറ്റ് 4 വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ആണ്, അന്നഖദുൽ അദബി വ അലാമുഹു എന്ന് പറയുന്ന യൂണിറ്റ്. എന്ന് വെച്ചാൽ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് പ്രൊമിനന്റ് ക്രിട്ടിക്സ് എന്ന് പറയുന്ന യൂണിറ്റ്. അല്പം സമയമെടുത്ത് നമ്മൾ പഠിക്കേണ്ടതാണ്, പക്ഷെ എന്തായിരുന്നാലും പഠിച്ചാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു യൂണിറ്റ് ആണ്. കാരണം എല്ലാ വർഷവും കുറഞ്ഞതല്ലാത്ത രൂപത്തിൽ ചോദ്യങ്ങൾ വരുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 4, അന്നഖദുൽ അദബി ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്ന യൂണിറ്റ്. പിന്നെ അടുത്തത് യൂണിറ്റ് 5 ആണ്, ഇൽമുൽ ബലാഗ വൽ അറൂൽ, റിട്ടോറിക് ആൻഡ് പ്രോസഡി. ഇപ്പൊ കഴിഞ്ഞ കാല എക്സാമുകളെല്ലാം പരിശോധിച്ചാൽ മിക്കവാറും ശരിക്കും ഇപ്പോ 10 യൂണിറ്റിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് എന്ന രൂപത്തിൽ 10x10 100 ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് ശരിക്കും ഈ ഒരു സിലബസ് കൊണ്ട് NTA ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് ചില യൂണിറ്റുകൾക്ക് കുറച്ചുകൂടി പ്രാധാന്യം നൽകി ചിലപ്പോൾ ചില യൂണിറ്റിൽ നിന്ന് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യനും ഈ ചില ചെറിയ യൂണിറ്റിൽ നിന്നൊക്കെ ചിലപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻ ആവാറുണ്ട്. എന്നാൽ ഏകദേശം 10 ക്വസ്റ്റ്യൻസ് എന്ന രൂപത്തിൽ ഒരു ആവറേജ് ഇതുവരെ ചോദ്യം വന്നിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഈ ഒരു യൂണിറ്റ് 5 എന്ന് പറയുന്നത്, റിട്ടോറിക് ആൻഡ് പ്രോസഡി എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ്. അപ്പോ ഇതില് ഓൾറെഡി നമ്മൾ ഡിഗ്രി എടുത്ത സമയത്തോ PG എടുത്ത സമയത്തൊക്കെ നമ്മൾ പഠിച്ച വിഷയം തന്നെ ആയിരിക്കും ബലാഗയും അറൂലും ഒക്കെ. ചിലരെ സംബന്ധിച്ചിടത്തോളം അത് മറന്ന ആളുകൾ ഉണ്ടാവും, പഠിക്കുന്ന സമയത്ത് നന്നായി പഠിക്കാൻ സാധിക്കാത്ത ആളുകൾ ഉണ്ടായിരുന്നിരിക്കാം. എന്നിരുന്നാൽ ഏത് രൂപത്തിലായിരുന്നാലും ശരി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെ ആ ഭാഗത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ അല്പം സമയം ചെലവഴിക്കണം. അതാണിപ്പോ ഏത് യൂണിറ്റിനെ സംബന്ധിച്ച് നിങ്ങളോട് പറയാനുള്ളത്. ഇതിലൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ അധ്യാപകർ പ്രിപ്പയർ ചെയ്ത നോട്ട്സും ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അതിനോട് കൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് പേരുണ്ട്. ഓരോരുത്തരും ഇന്നാലിന്ന ക്ലാസ് കേട്ടോ, അതുപോലെ തന്നെ മോഡൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാനോ അതേപോലെ തന്നെ ഓരോരുത്തരെ കുറിച്ചും അന്വേഷിക്കാനോ അഡ്മിൻസിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല.
അപ്പൊ പരമാവധി നമ്മൾ ഓരോരുത്തരും കൂടെ തന്നെ സഞ്ചരിക്കണം എന്ന് ഓർമ്മപ്പെടുത്താണ്. യൂണിറ്റ് 6 ആണ് അടുത്തത്. ചെറിയ ഒരു യൂണിറ്റ് ആണ്, പക്ഷെ ആ യൂണിറ്റിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ എപ്പോഴും വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അല്പം ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ നിഷ്പ്രയാസം മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാവുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 6. അവിടെ അഹമ്മുൽ മസ്വാദിരി വൽ മറാജി അൽ അറബിയ, ഇമ്പോർട്ടന്റ് അറബിക് സോഴ്സ് ആൻഡ് റെഫറൻസസ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. അപ്പൊ അത് നമുക്ക് ഏകദേശം ഒരു 14ഓളം ഗ്രന്ഥങ്ങളെ കുറിച്ചാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. ആ ഗ്രന്ഥങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഓതേഴ്സിനെ കുറിച്ച്, മുഅല്ലിഫീങ്ങളെ കുറിച്ച് നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ലഭിക്കും. അപ്പൊ മറ്റു യൂണിറ്റുകളെ അപേക്ഷിച്ച് കുറച്ച് ചെറിയ പോർഷനാണ് നമുക്ക് അതിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് യൂണിറ്റ് 7 ആണ്. നമുക്ക് എല്ലാ യൂണിറ്റുകളെയും അപേക്ഷിച്ച് കുറച്ച് കൂടുതൽ സാഹിത്യകാരന്മാരെ പഠിക്കാനുള്ള ഒരു യൂണിറ്റ് കൂടിയാണ് യൂണിറ്റ് 7. അൽ അദബുൽ അറബി അൽ ഹദീദ്, മോഡേൺ അറബിക് ലിറ്ററേച്ചർ ആണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. എന്നാൽ മിക്കവാറും നമ്മൾ ഡിഗ്രിക്കോ PGക്കോ ഒക്കെ പഠിച്ച ഒരുപാട് സാഹിത്യകാരന്മാർ തന്നെയായിരിക്കും അതിലുണ്ടാവുക. അപ്പൊ കുറച്ച് ചിലപ്പോൾ ചിലതൊക്കെ നമുക്ക് പൊടി തട്ടിയെടുത്താൽ തന്നെ നമുക്ക് ആ ഭാഗങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അടുത്തത് യൂണിറ്റ് 8 ആണ്. അൽ ഇത്തിജാഹാത്ത് വൽ ഹറക്കാത്ത് വൽ മദാരിസിൽ അദബിയ. ഏകദേശം യൂണിറ്റ് 7മായി തന്നെ ബന്ധപ്പെട്ട ഒരു യൂണിറ്റ് ആണ്. എന്ന് വെച്ചാൽ മോഡേൺ പീരീഡിൽ വന്നിട്ടുള്ള ചില സാഹിത്യ സംഘടനകൾ, പാശ്ചാത്യ സാഹിത്യങ്ങളുമായി ഇഴകിച്ചേർന്ന സമയത്തുണ്ടായിട്ടുള്ള അറബി സാഹിത്യത്തിൽ വന്നിട്ടുള്ള ചില സാഹിത്യ സംഘടനകൾ, ലിറ്റററി ട്രെൻഡ്സ്, മൂവ്മെന്റ്സ് ആൻഡ് സ്കൂൾസ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. ഇതും ചെറിയ ഒരു യൂണിറ്റ് ആണ്, പക്ഷേ സാധാരണഗതിയിൽ എപ്പോഴും ചോദ്യങ്ങൾ കൂടുതലായി വരുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 8 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതും നിങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്താണ്. അതിലൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കും. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 9, അൽ അദബുൽ അറബി അൽ ഹിന്ദി, ഇൻഡോ അറബിക് ലിറ്ററേച്ചർ. അപ്പൊ അതില് നമ്മളിപ്പോ ഒന്ന് ഇന്ത്യൻ അറബിക് ലിറ്ററേച്ചർ, അതിൽ ചെറിയ ഒരു ഭാഗം, ഇതിപ്പോ നാഷണൽ ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ കേരളത്തിലെ ലിറ്ററേച്ചർ എന്ന് പ്രത്യേകമായി നമുക്ക് അവിടെ കൊടുത്തിട്ടില്ല. അപ്പൊ സാധാരണ PSC എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, അതിൽ കേരളത്തിലേത് പ്രത്യേകമായിട്ട് നമുക്ക് പഠിക്കാനുണ്ടാവും. ഇതിൽ നമുക്കിപ്പോ 2 സാഹിത്യകാരന്മാരാണ് ഈ ഒരു ഇന്ത്യൻ അറബിക് ലിറ്ററേച്ചറിൽ പ്രത്യേകമായി സിലബസിൽ നൽകിയിരിക്കുന്നത്. ഏതായിരുന്നാലും പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ആണ്. അതിലിപ്പോ ഗദ്യ സാഹിത്യത്തിലും അതുപോലെ തന്നെ പദ്യ സാഹിത്യത്തിലും വന്നിട്ടുള്ള കുറച്ച് സാഹിത്യകാരന്മാർ, അതുപോലെ പ്രധാനപ്പെട്ട കുറച്ച് പുസ്തകങ്ങളെ കുറിച്ചും ആണ് ആ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ യൂണിറ്റ് 10 അത്തർജുമ അൽ അറബിയ, അതില് ട്രാൻസ്ലേഷൻ ആണ്. അതിലിപ്പോ അറബിക്കിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നിന്ന് അറബിക്കിലേക്കുമുള്ള ട്രാൻസ്ലേഷൻ. അതിപ്പോ സമീപകാല എക്സാമുകളിലൊക്കെ കുറച്ച് കൂടുതലായി ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗവും കൂടിയാണത് യൂണിറ്റ് 10 എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ജൂൺ കഴിഞ്ഞ ശേഷം, ജൂണിൽ എക്സാം നടന്നു, വീണ്ടും റീ എക്സാം നടന്ന സമയത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. അതിനു മുമ്പുള്ള 2-3 എക്സാമുകളിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ആ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൽമുൻ നഹ്വ് എന്ന് പറയുന്നത് അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പൊ അത് നമുക്ക് പ്രത്യേകിച്ച് സിലബസിൽ അങ്ങനെ നൽകിയിട്ടില്ല. എന്നാൽ ഇവിടെ തത്ബീഖാത്തുൽ ലുഗവിയ്യ എന്ന് പറയുന്ന ചെറിയൊരു ഭാഗം ആ ഒരു യൂണിറ്റിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ അവസാനമായി നടന്ന 2-3 എക്സാമുകളിൽ ഇൽമുൻ നഹ്വിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നതായി കാണാവുന്നതാണ്. പിന്നെ വൽ മഅലൂമാത്തുൽ ആമ്മ എന്ന് വെച്ചാൽ ജനറൽ നോളജ് ആണ്. അപ്പൊ അത് നമുക്ക് അറബ് ലോകവുമായി ബന്ധപ്പെട്ട് നമ്മൾ അടിസ്ഥാനപരമായി അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ആണ് ആ ഭാഗത്ത് നോക്കാനുള്ളത്. ഏതായിരുന്നാലും ഇതിലൊക്കെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ ആ യൂണിറ്റിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഓരോ യൂണിറ്റിനെ കുറിച്ചും നമുക്ക് അതാത് യൂണിറ്റുകൾ ക്ലാസ് എടുക്കുന്ന അധ്യാപകർ നല്ല ഒരു ധാരണ തന്നെ ആദ്യം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. എങ്ങനെയാണ് അതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ആ സമയത്ത് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ സിലബസിന്റെ ഏകദേശം ഒരു രൂപം എന്ന് പറയുന്നത്. ഇനി ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോ മുമ്പൊക്കെ നെറ്റിന്റെ സിലബസ് വന്നിരുന്നത് നമുക്ക് ഇത്തരത്തിലായിരുന്നില്ല, മറിച്ച് ഓരോ ഏരിയയെ
അങ്ങോട്ട് കൊടുക്കലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതേ രൂപത്തിലുമാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനമായും ഇവയെ നമുക്ക് ഇങ്ങനെ തിരിക്കാം. 3 ഭാഗേ നമുക്ക് ശരിക്കും പഠിക്കാനുള്ളൂ. ഈ ഒരു സിലബസിനെ നമുക്ക് 3 ഏരിയയാക്കി തിരിക്കാം. എങ്ങനെയാണ്? ഒന്നാമത്തത് അൽ അദബുൽ ഖദീം. അൽ അദബുൽ ഖദീം എന്ന് വെച്ചാൽ ക്ലാസിക്കൽ പീരീഡിലുള്ള അറബി സാഹിത്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ജാഹിലി കാലഘട്ടം മുതൽക്ക് ഇങ്ങോട്ട് മോഡേൺ പീരീഡ് വരുന്നതിന് മുമ്പുള്ള കാലഘട്ടം വരെയുള്ള അറബി സാഹിത്യം. അതാണ് ഇപ്പൊ അദബുൽ ഖദീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അൽ അദബുൽ ഹദീസ്, രണ്ടാമത്തെ ഭാഗം അൽ അദബുൽ ഹദീസ് എന്ന് പറയാം. അപ്പൊ അതിനുശേഷം വരുന്ന കാലഘട്ടം അഥവാ ക്ലാസിക്കൽ പീരീഡിന് ശേഷം വരുന്ന അഥവാ മോഡേൺ പീരീഡ് എന്ന് നമ്മൾ പറയുന്ന 1798 മുതൽ അല്ലെ, അതാണ് ഇപ്പൊ സാധാരണ നമ്മൾ മോഡേൺ പീരീഡ് എന്ന് എണ്ണാറുള്ളത്. അപ്പൊ അത് മുതൽക്ക് ഇങ്ങോട്ടുള്ള അറബി സാഹിത്യത്തിന്റെ കുറച്ച് ഭാഗങ്ങളാണ് നമുക്ക് പിന്നെ ഈ സിലബസിൽ വന്നിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഭാഗത്ത് നമുക്ക് എങ്ങനെ ഒരു 3 വഹദകൾ അല്ലെങ്കിൽ 3 യൂണിറ്റുകൾ മറ്റു ചില വിഷയങ്ങൾ കൂടി ചേർന്ന് വന്നിട്ടുള്ളതാണ്. ഓരോന്നിനെ കുറിച്ചും പറയുകയാണെങ്കിൽ ഇപ്പൊ അദബുൽ ഖദീമിൽ വന്നിട്ടുള്ളത് ഒന്നാമത്തെ യൂണിറ്റ്, അതിലിപ്പോ ഷിഅറാണ് വരുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ യൂണിറ്റില് നസറാണ് വരുന്നത്. മഹ്ജർ ലിറ്ററേച്ചർ ഉണ്ട്, അതുപോലെ തന്നെ സ്പെയിൻ ലിറ്ററേച്ചർ ഉണ്ട്. അതില് മഹ്ജർ ലിറ്ററേച്ചർ അദബുൽ ഖദീം എന്ന് പറയുന്ന ഭാഗത്ത് ഉൾപ്പെടുത്താൻ പറ്റും. അദബുൽ ഖദീം എന്ന് പറയുന്ന ഭാഗത്ത്. പിന്നെ യൂണിറ്റ് 4ല് 2 ഭാഗത്തും ഉണ്ട്. എന്ന് വെച്ചാൽ അദബുൽ ഹദീസിലും ഉണ്ട്, അതേപോലെ തന്നെ അദബുൽ ഖദീമിലും നമുക്ക് പഠിക്കാനുണ്ട്. അതിലിപ്പോ അന്നഖദു ഇലൽ അസ്റിൽ അബ്ബാസി എന്ന് പറയുന്ന ഭാഗങ്ങൾ നമുക്ക് ഈ അദബുൽ ഖദീമിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ യൂണിറ്റ് 6ല് അഹ്മദ് അമീൻ എന്ന് പറയുന്ന സാഹിത്യകാരന്റെ ഒരു 3 ഗ്രന്ഥങ്ങളുണ്ട്. അതൊഴികെ ബാക്കിയെല്ലാം നമുക്ക് ഈ അദബുൽ ഖദീം എന്ന് വെച്ചാൽ ക്ലാസിക്കൽ പീരീഡിൽ വരുന്ന പുസ്തകങ്ങളാണ്. ഓക്കെ, അപ്പം ഇത്രയും ഭാഗങ്ങൾ അദബുൽ ഖദീം എന്ന് പറയുന്ന ഏരിയയിലാണ് വരുന്നത്. ഇനി അതേപോലെ തന്നെ അദബുൽ ഹദീസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് യൂണിറ്റ് 7, ആ ഭാഗം മുഴുവനായിട്ടും അദബുൽ ഹദീസിലാണ് വരുന്നത്. അതുപോലെ തന്നെ യൂണിറ്റ് 8 അൽ ഹറക്കാത്ത് വൽ മദാരിസ് എന്ന് പറയുന്ന യൂണിറ്റ്. പിന്നെ യൂണിറ്റ് 4ൽ തന്നെ നമ്മൾ പറഞ്ഞു അന്നഖദു ഫിൽ അസ്റിൽ ഹദീസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ കുറച്ച് ത്വാഹ ഹുസൈൻ, അഖ്വാദ് തുടങ്ങിയിട്ടുള്ള ആധുനിക കാലഘട്ടത്തിലെ സാഹിത്യ നിരൂപകന്മാർ, അവരെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതും ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഉൾപ്പെടുത്താം. പിന്നെ യൂണിറ്റ് 3ൽ അദബുൽ മഹ്ജർ എന്ന് പറയുന്ന ഭാഗം. ഇത്രയും ഭാഗങ്ങൾ അദബുൽ ഹദീസിന്റെ ഭാഗമായി വരുന്നതാണ്. ഇനി മൂന്നാമത്തെ ഭാഗത്ത് സലാസു വഹദാത്തിൻ ഉഖ്റ എന്ന് നമ്മൾ പറഞ്ഞതിൽ ഒന്ന് യൂണിറ്റ് 9 ഇൻഡോ അറബിക് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗം. അതുപോലെ തന്നെ യൂണിറ്റ് 10 അതില് തർജുമ, അതേപോലെ തന്നെ തത്ബീഖാത്തുൽ ലുഗവിയ്യ വൽ ആലമുൽ അറബി എന്ന് വെച്ചാൽ അവിടെ മാലൂമാത്തുൽ ആമ്മ അനിൽ ആലമിൽ അറബി എന്ന് പറയുന്ന ആ ഭാഗം, അഥവാ യൂണിറ്റ് 10 മുഴുവനായിട്ടും നമുക്ക് വേറൊരു ഭാഗമായിട്ട് തന്നെ പഠിക്കാനുള്ളതാണ്. പിന്നെ യൂണിറ്റ് 5 റിട്ടോറിക് ആൻഡ് പ്രോസഡി അഥവാ എൽമുൽ ബലാഗ വൽ അറൂൽ എന്ന് പറയുന്ന യൂണിറ്റ്. അപ്പോ മൊത്തത്തിൽ നമുക്കിങ്ങനെ 3 ഭാഗങ്ങളാക്കി ഈ ഒരു 10 യൂണിറ്റുകളെയും തിരിക്കാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ഈ ഒരു സിലബസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. ഇനി നമ്മളിത് പഠിക്കുമ്പോൾ നമുക്കിപ്പോ അതില് സാധാരണഗതിയിൽ ചോദ്യങ്ങൾ വരുന്ന രീതി നമുക്കൊന്ന് മനസ്സിലാക്കണം. അപ്പൊ അതിന് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ഓരോ യൂണിറ്റുകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് പിന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പൊ നമ്മൾ എല്ലാ വർഷവും ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ട് നമ്മൾ വീണ്ടും അവരോട് പറയാറുള്ളത് നമ്മൾ നാഷണൽ ലെവലിലുള്ള ഒരു എക്സാം ആണ് എഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇന്ത്യയിൽ അറബിക്കിൽ നെറ്റ് എഴുതാൻ മത്സരിക്കുന്ന ഒരുപാട് ആളുകളോട് മത്സരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അല്പം നമ്മുടെ പഠനം ഒന്നുകൂടി എന്ത് ചെയ്യണം, ഷാർപ്പൻ ചെയ്യണം. അതുപോലെ തന്നെ ആഴത്തിൽ തന്നെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം എന്നാണ് പറയാ. അപ്പൊ ആഴത്തിൽ പഠിക്കണമെങ്കിൽ നമ്മൾ വെറും നമ്മുടെ ക്ലാസ്സിൽ നൽകുന്ന ക്ലാസ്സുകൾക്ക് പിന്നെ പോയിന്റ്സിന് പുറമെ കുറച്ചുകൂടെ നമ്മളൊന്ന് വായിക്കുകയാണെങ്കിൽ നല്ലതാണ്. അങ്ങനെ നമ്മൾ പറയുള്ളൂ. കാരണം നമ്മുടെ നോട്ട്സ് തന്നെ അല്പം വായിക്കാൻ ഉണ്ടാവും. ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ആ രൂപത്തിലാണ് ലഭിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ബാച്ചിലൊക്കെ നമ്മൾ
ഒരുപാട് ആളുകളോട് ഇതേ കാര്യം പറയുമ്പോൾ അവരെന്ത് ചെയ്യും, ഇതേപോലെ നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കും, നോട്ട്സ് വായിക്കും. പിന്നെ അതിന് പുറമെ നമ്മൾ പറയുന്ന ഈ മസ്വാദിറുകൾ എന്ന് വെച്ചാൽ റഫറൻസ് ഗ്രന്ഥങ്ങൾ കൂടി നിങ്ങൾ വായിക്കണം എന്ന് പറയുമ്പോൾ അത് വായിച്ച ആളുകൾ ചിലപ്പോൾ പറയും, സർ ഏകദേശമൊക്കെ ഇത് നമ്മുടെ നോട്ട്സിൽ തന്നെ ഉണ്ടല്ലോ, പിന്നെന്തിനാ നമ്മൾ വായിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ വീണ്ടും വായിക്കണം എന്നാണ് പറയാ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ ഒരു അധ്യാപകൻ വായിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അയാൾക്ക് ലഭിച്ച ഒരുപാട് ഇതിപ്പോ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന രൂപത്തിൽ ഉൾക്കൊള്ളുന്ന പോയിന്റ്സ് ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും. അപ്പോ എങ്കിലും നമ്മൾ ആ ഭാഗം വായിച്ച ശേഷം ഒന്നുകൂടെ ഇപ്പൊ ഇമ്രുൽ ഖൈസിനെ കുറിച്ച്, ഉദാഹരണമായി ഇമ്രുൽ ഖൈസിനെ കുറിച്ച് നമ്മുടെ ക്ലാസ് കേട്ടു, എന്നിട്ട് അതിൽ വന്ന പോയിന്റ്സ് ഒക്കെ നമ്മൾ നമ്മുടെ നോട്ടിലേക്ക് ആഡ് ചെയ്തു, എന്നിട്ട് വീണ്ടും നമ്മളൊരു ഉമ്മഹാത്തുൽ കുത്തുബ് നമ്മൾ വായിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിവരം ചിലപ്പോൾ ലഭിക്കും. അല്ലെങ്കിൽ വായിച്ച വിഷയം തന്നെ ഒന്നുകൂടി നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ആ ഭാഗം ഒന്നുകൂടി മനസ്സിൽ പതിയാൻ സഹായകമാവും അല്ലെ. ഇപ്പോ സാധാരണ എപ്പോഴും പറയുന്ന ഉദാഹരണം ഉണ്ട്, നമ്മളിപ്പോ ഈ സിലബസിലുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ ഇപ്പൊ എങ്ങനെ കാണാതെ പഠിക്കാം എന്ന് ചോദിക്കാറുണ്ട്. എല്ലാം നമ്മൾ കാണാതെ പഠിക്കരുത്. കാണാതെ പഠിക്കാന്ന് വെച്ചാൽ അതൊരിക്കലും പ്രായോഗികമായ കാര്യമല്ല. മറിച്ച് പരമാവധി നമ്മുടെ മനസ്സിലൂടെ ഈ സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. അപ്പൊ അതിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളത്. ഒന്ന്, നമ്മൾ ക്ലാസ് കേൾക്കുന്നു, നോട്ട് എഴുതിയെടുക്കുന്ന ആളുകളാണെങ്കിൽ നോട്ട് എഴുതിയെടുക്കുക തന്നെ വേണം. ഇനി അതല്ല പ്രിന്റ് എടുക്കുകയാണ് എങ്കിൽ ആ പ്രിന്റ് എടുക്കുന്നതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ റെഡ് ഇങ്ക് കൊണ്ടോ ഒക്കെ, റെഡ് മഷി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തുക, അതല്ലെങ്കിൽ ഹൈലൈറ്റർ കൊണ്ട് അടയാളപ്പെടുത്തുക. അങ്ങനെയൊക്കെ പരമാവധി ആ നോട്ട്സിൽ നമ്മുടെ കൂടി കൈകൾ നമ്മൾ എന്ത് ചെയ്യണം, ചലിപ്പിക്കണം എന്നർത്ഥം. എങ്കിലേ അത് നമ്മുടെ നോട്ടായി മാറുള്ളൂ. പിന്നെ അതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ ഓരോ വിഷയങ്ങളും ഉമ്മഹാത്തുൽ കുത്തുബ് കൂടി നമ്മൾ നോക്കണം. അപ്പൊ അതിന് നോക്കാവുന്ന ഗ്രന്ഥങ്ങൾ, ഇപ്പൊ അദബുൽ ഖദീം എന്ന് നമ്മൾ പറഞ്ഞിടത്ത് നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട ചില ഗ്രന്ഥങ്ങളുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് താരീഖുൽ അദബുൽ അറബി, അഹമ്മദ് ഹസൻ സയ്യാദ് എഴുതിയിട്ടുള്ള താരീഖുൽ അദബുൽ അറബി, ഒരു ഈജിപ്ഷ്യൻ സ്കോളറാണ്. അപ്പോ ഇത് നമ്മൾ സാധിക്കുമെങ്കിൽ വായിക്കണം. ഓക്കെ. പിന്നെ അൽ ജാമിഅ ഫി താരീഖിൽ അദബിൽ അറബി ലി ഹന്ന അൽ ഫാഖൂരി, ഹന്ന ഫാഖൂരിയുടെ അൽ ജാമിഅ ഫി താരീഖിൽ അദബിൽ അറബി എന്ന് പറയുന്ന ഗ്രന്ഥം. അത് രണ്ട് ഗ്രന്ഥം ഉണ്ട്. അതിലൊന്ന് ഖദീം എന്ന് പറയുന്ന ഒന്ന് ആണ്. ഇപ്പൊ ഇതിലാണ് ഏത് വരുന്നത്, ഈ അദബുൽ ഖദീം എന്ന് പറയുന്ന ഏരിയ വരിക. അതേപോലെ തന്നെ ഹദീസില് ഒരു ഗ്രന്ഥം അദ്ദേഹത്തിനുണ്ട്. അത് നമുക്ക് അദബുൽ ഹദീസ് ഏരിയയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കേണ്ട ഒരു വോള്യമാണ്. അതുപോലെ തന്നെ അടുത്തത് ഡോക്ടർ ഷൗക്കി ലൈഫ്, നമുക്ക് സിലബസിൽ പഠിക്കാനുള്ള ഒരാൾ കൂടിയാണ്, യൂണിറ്റ് 4. അദ്ദേഹത്തിന് 10 ജുസുകളിലായിട്ട് അറബി സാഹിത്യ ചരിത്രത്തിന്റെ ഗ്രന്ഥമുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ഇപ്പൊ എങ്ങനെ ഇതൊക്കെ വായിക്കാന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. നമ്മൾ ആ ഗ്രന്ഥം ഒന്നായിട്ട് വായിക്കേണ്ടതില്ല. മറിച്ചിപ്പോ ഉദാഹരണമായിട്ട് നമ്മൾ ഇമ്രുൽ ഖൈസിനെ കുറിച്ച് നമ്മുടെ നോട്ടിലുള്ളതൊക്കെ വായിച്ചു കഴിഞ്ഞ ശേഷം സാധിക്കുമെങ്കിൽ ഇമ്രുൽ ഖൈസിനെ പറഞ്ഞ ആ ഭാഗം അതേ നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ, വായിക്കേണ്ടതുള്ളൂ. അതാകെ കുറഞ്ഞ ഭാഗങ്ങളെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ചിലതിലൊക്കെ അദ്ദേഹത്തിന്റെ എല്ലാ കവിതകളും അല്ലെങ്കിൽ ഒരുപാട് കവിതകൾ കൊടുത്തിട്ടുണ്ടാവും. ആ കവിതകളെല്ലാം നമ്മൾ വായിക്കണം എന്നൊന്നുമില്ല. മറിച്ച് നമുക്കിപ്പോ ഒരു ചോദ്യമായി വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ഭാഗങ്ങൾ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ, പ്രത്യേകമായിട്ട് വായിക്കേണ്ടതുള്ളൂ. അതുപോലെ തന്നെ താരീഖു ആദാബിൽ ലുഗൽ അറബിയ ലി ജോർജ് സൈദാൻ, ജോർജ് സൈദാന്റെ താരീഖു ആദാബിൽ ലുഗൽ അറബിയ. ഇതിലിപ്പോ ഈ 2 പുസ്തകങ്ങൾ ഞാൻ പ്രത്യേകം റെഡ് കളറിൽ നൽകിയിട്ടുണ്ട്. കാരണം അതിൽ നിന്ന് പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ. അതിൽ പ്രത്യേകിച്ച് ഒന്നാമത്തെ ഗ്രന്ഥം അത് ഒരൊറ്റ വാളിലേ ഉള്ളൂ. അതെന്തായിരുന്നാലും നിങ്ങൾ പരമാവധി വായിക്കാൻ ശ്രമിക്കണം. അതിന്റെയൊക്കെ PDF-കൾ ലഭ്യമാണ്. നമ്മളത് നിങ്ങൾക്ക് ഇല്ലാത്ത ആളുകൾക്ക്, കയ്യിലില്ലാത്ത ആളുകൾക്ക് നമ്മളത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ പിന്നെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഒന്നുകിൽ ടെലഗ്രാമിലോ അതല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിലോ നിങ്ങൾക്ക് ലഭ്യമാക്കി തരുന്നതായിരിക്കും. ആവശ്യക്കാർക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഉമർ ഫറൂഖ് എഴുതിയിട്ടുള്ള താരീഖുൽ അദബുൽ അറബി. ഓക്കെ. അപ്പൊ ഇത്രയും ഗ്രന്ഥങ്ങളാണ് അദബുൽ ഖദീം എന്ന ഏരിയയിൽ നമുക്ക് നോക്കാനുള്ളത്. അദബുൽ ഹദീസിൽ ഒന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ ഹന്ന ഫാഖൂരിയുടെ തന്നെ അസ്റുൽ ഹദീസ് അല്ലെങ്കിൽ അൽ അദബുൽ ഹദീസ് എന്ന് പറയുന്ന ഭാഗം വരുന്ന ഒരു വോള്യം ഉണ്ട്. അതുപോലെ ഷൗക്കി ലൈഫിന്റെ ആ 10 വാള്യങ്ങളായി എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഒരു ഗ്രന്ഥമാണ് അൽ അദബുൽ അറബി അൽ മുആസിർ ഫി മിസ്ർ എന്ന് പറയുന്ന ഗ്രന്ഥം. ഓക്കെ. അത് നമുക്ക് എന്ത് ചെയ്യാം, യൂണിറ്റ് 7 പ്രിപ്പയർ ചെയ്യാനൊക്കെ നമുക്ക്
വായിക്കാവുന്നതാണ്. അതുപോലെ ഓരോ ഉദബാക്കളെ കുറിച്ചും എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങൾ ചിലപ്പോൾ അതിന്റെ PDF-കൾ നമുക്ക് ഈ ഇന്റർനെറ്റ് സൈറ്റുകളിൽ നിന്നൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇനി ഓരോരുത്തരെ കുറിച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങൾ, ഇപ്പോ തിസീസ് എഴുതിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ഒക്കെ നമുക്ക് എല്ലാവരും ഇപ്പോ ഉദാഹരണമായി നമ്മളിപ്പോ മോഡേൺ പീരീഡിൽ ഇബ്രാഹിം അൽ-കൂനി നമുക്ക് റിവായയുടെ ഏരിയയിൽ പഠിക്കാനുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട നടന്നിട്ടുള്ള പിന്നെ ഗൾഫ് നാടുകളിലോ ഒക്കെ നടന്നിട്ടുള്ള പഠനങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ ജസ്റ്റ് വേണമെങ്കിൽ അത് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ട് അതിന്റെ ആദ്യ ഭാഗത്ത് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ വേണമെങ്കിൽ വായിക്കാവുന്നതാണ്. അതേപോലെ ഇന്റർനെറ്റിലും ഈ പറഞ്ഞ എല്ലാ ഭാഗങ്ങളും ഇന്റർനെറ്റിൽ നോക്കിയാലും നമുക്ക് കിട്ടും. വിക്കിപീഡിയയിലോ അല്ലെങ്കിൽ മറ്റു സൈറ്റുകളിലൊക്കെ നമുക്ക് ലഭ്യമാണ്. അപ്ഡേറ്റഡ് ആയ നോട്ടുകൾ തന്നെ നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ ഇതൊക്കെ നോക്കാൻ എന്തിനാണ് ഇപ്പൊ ഒരു കോച്ചിങ്ങിന് ചേരേണ്ടതുണ്ടോ എന്ന് ചിലപ്പോ ചിലർ ചിന്തിച്ചിട്ടുണ്ടാവും. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളത് എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നൽകുന്നതായിരിക്കും. പക്ഷെ നമ്മൾ മറക്കരുത്, നമ്മൾ എഴുതുന്ന എക്സാം ചെറിയ ഒരു എക്സാം അല്ല, നാഷണൽ ലെവലിലുള്ള എക്സാം ആണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് തവണ പരിശ്രമിച്ച് കിട്ടാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, അല്ലെങ്കിൽ നെറ്റ് എഴുതാൻ വരുന്ന ആളുകളിലുണ്ട്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മളിങ്ങനെ പലരും നെറ്റ് നേടി നമ്മുടെ കൂടെ പഠിച്ച ആളുകളൊക്കെ ഒറ്റ പ്രാവശ്യം നോക്കിയപ്പോ തന്നെ നെറ്റ് കിട്ടിയിട്ടുണ്ട്, JRF കിട്ടിയിട്ടുണ്ട് എന്ന് കേട്ടുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ഞാനൊന്ന് നോക്കാം എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും ഈ എക്സാമിനെ അഭിമുഖീകരിക്കരുത് എന്ന് പറയാനാണ് അല്പം സീരിയസ് ആയിട്ട് ഈ കാര്യം ഉണർത്തിയിട്ടുള്ളത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഭയപ്പെടുകയും വേണ്ട, ആശങ്ക വേണ്ട. നമ്മൾ ഒരിക്കൽ നേരത്തെ കേട്ട ഒരു ഗാനൊക്കെ ഉണ്ട് അല്ലെ, കൊറോണ വന്ന സമയത്ത്. അതേപോലെ നമുക്ക് ആശങ്കകളൊന്നും വേണ്ടതില്ല. നമ്മൾ കൃത്യമായി സിലബസ് ഓറിയന്റഡ് ആയിട്ട് നന്നായി പഠിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. സമയം അല്പം ദീർഘിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഭാഗത്ത് നിന്ന് ഇനിയിപ്പോ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ മാത്രം പെട്ടെന്നൊന്ന് ഡിസ്കസ് ചെയ്ത് ഈ ഒരു സെഷൻ വേഗം വൈൻഡപ്പ് ചെയ്യാം. നോക്കാം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ 2018 നെറ്റിന് ചോദിച്ച ഒരു ചോദ്യമാണിത്. നിങ്ങൾക്ക് ഈ കൂട്ടത്തിൽ ഈ ചോദ്യങ്ങളൊക്കെ കണ്ട ആളുകളുണ്ട്, ആദ്യമായി കാണുന്ന ആളുകളുണ്ടാവും. ഏത് രൂപത്തിലാണ് നിങ്ങൾ വേണ്ടത്? നമുക്കിപ്പോ നെറ്റ് എഴുതുന്ന സമയത്തും ഇതേപോലെ ആയിരിക്കും ചോദ്യം വരിക. ഒരു ചോദ്യം വരും, എന്നിട്ട് അതിന് 4 ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നായിരിക്കും അതിന്റെ കറക്റ്റ് ആൻസർ. അപ്പൊ അറിയുമെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യുക, ഇവിടെ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് അറിയിക്കുക. എന്ന് വെച്ചാൽ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് A ആണെങ്കിൽ A എന്നറിയിക്കാം, B ആണെങ്കിൽ B എന്നറിയിക്കാം, C ആണെങ്കിൽ C എന്നറിയിക്കാം, D ആണെങ്കിൽ D എന്നറിയിക്കാം. ഓക്കെ, അപ്പോ നിങ്ങളത് ചാറ്റ് ബോക്സിൽ അറിയിക്കുക. അതെന്തിനാന്ന് വെച്ചാൽ ഇനിയുള്ള നമ്മുടെ ഓരോ ക്ലാസ്സുകളിലും ലൈവ് സെഷനുകളിലൊക്കെ ഇതേപോലെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ കാണിച്ച് അതിന്റെ ആൻസർ ചെയ്യാനുണ്ടാവും. അപ്പൊ നിങ്ങൾ ആ രൂപത്തിൽ ടൈപ്പ് ചെയ്ത് തന്നെ ആൻസർ അറിയിക്കുക. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളാവുമ്പോൾ അതിൽ നമ്മുടെ സാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇന്ററാക്ഷൻ ആയി പോകുമ്പോഴാണ് ക്ലാസ് ഏറ്റവും എഫക്റ്റീവ് ആവുക. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊക്കെ നമുക്ക് സഹായകമാവും. ശരി, അപ്പൊ ഇവിടെ ചോദ്യം മാത ബിസക്ത വ അജില ബിദഫ്നിഹി ഫഅഫാഖ ഫി ജദതിഹി വ സമിഅ സൗതഹു ബില്ലൈൽ ഫനബശു അലൈഹി ഫവജദൂഹു ഖദ് മാത് ഹുവ എന്നാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. മാത ബിസക്ത എന്ന് വെച്ചാൽ അദ്ദേഹം അറ്റാക്ക് വന്ന് എന്ത് ചെയ്തു, മരണപ്പെട്ടു. ഏതോ ഒരാളെ കുറിച്ച് പറയാം. വ അജില ബിദഫ്നിഹി, അപ്പോ അദ്ദേഹത്തിന് അറ്റാക്ക് വന്ന് മരണപ്പെട്ട സന്ദർഭത്തിൽ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ ആളുകൾ എന്ത് ചെയ്തു, അദ്ദേഹത്തെ വേഗം മറമാടുകയുണ്ടായി. മറമാടാൻ അവർ ധൃതി കാണിച്ചു. അങ്ങനെ പിന്നെ അദ്ദേഹത്തെ മറമാടി. വ സമിഅ സൗതഹു ബില്ലൈൽ, രാത്രി ആയപ്പോ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട പോലെ തോന്നി, അവർക്ക് ശബ്ദം കേട്ടതുപോലെ തോന്നി. ഫനബശു അലൈഹി, അപ്പൊ അവരെന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ആ ഒരു ഖബർ നിൽക്കുന്ന സ്ഥലം മാന്തി നോക്കി. നബശ എന്ന് വെച്ചാൽ ശരിക്ക് മാന്തുക എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ ഖബറാവുമ്പോ സ്വാഭാവികമായിട്ടും അത് കളച്ചു നോക്കി എന്നർത്ഥം. ഫവജദൂഹു, അപ്പൊ അവർ കണ്ടു ഖദ് മാത, അദ്ദേഹം മരിച്ചതായിട്ട് തന്നെ കണ്ടു. ഇതാണ് ഇപ്പൊ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഇപ്പൊ കുറച്ച് ഭാഗങ്ങൾ കൂടിയുണ്ട്, അത് നമുക്ക് എന്താണ് എന്നുള്ളത് നമുക്ക് പറയാം. അപ്പൊ ഏതായാലും ഇത് ആരെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പലരും ഇവിടെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ D ആണ്.
ഓപ്ഷൻ ഡി ആണ് ആൻസർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഒരുപാട് ആളുകൾ ഇപ്പോഴും ആൻസർ ചെയ്യാത്തതായിട്ടുണ്ട്. അപ്പോ ആൻസർ ചെയ്യാത്തതിന്റെ കാരണം ഒന്നുമല്ല, അറിയാത്ത ആളുകളായിരിക്കും, ആദ്യമായിട്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ കാണുക. അപ്പോ അതുകൊണ്ടായിരിക്കാം ആൻസർ ചെയ്യാത്തത്. പക്ഷെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ എന്ത് ചെയ്യുക, ഇതിപ്പോ ഇവിടെ ആൻസർ ചെയ്തു, അഥവാ നിങ്ങൾ ആൻസർ ചെയ്ത് തെറ്റാണെന്ന് വിചാരിച്ചോളൂ, എന്താ നമുക്ക് നഷ്ടപ്പെടാനുള്ളത്? ഒന്നും നഷ്ടപ്പെടാനില്ല. എന്നാലോ നിങ്ങൾ ഇപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ആരെങ്കിലും ഒരാൾ ചെയ്തു എന്ന് വിചാരിക്കുക, ഹരീരി എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. പക്ഷേ അത് തെറ്റാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആൻസർ കാണിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇത്രയും ആളുകൾക്കിടയിൽ നമ്മൾ ആ ആൻസർ തെറ്റിച്ചെങ്കിൽ നമുക്ക് ചെറിയ ഒരു പ്രയാസം മനസ്സിൽ അവിടെ ഉണ്ടാവും. അതുകൊണ്ടുള്ള ഒരു പോസിറ്റീവായ കാര്യമുണ്ട്. ആ ഒരു പോയിന്റ് നമ്മൾ പിന്നീട് ഒരിക്കലും മറക്കൂല. കാരണം ഇത്രയും ആളുകൾക്കിടയിലാണ് നമ്മൾ തെറ്റിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാണ്ടോ? ഒന്നും നഷ്ടപ്പെടാനില്ല. മറിച്ച് നമുക്ക് ആ പോയിന്റ് നമ്മുടെ മനസ്സിലൂടെ പതിയാനേ സഹായിക്കുള്ളൂ. ഇതിപ്പോ ഈ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ആരും പൂർണ്ണമായും പഠിച്ച ആളുകളാണെങ്കിൽ ഇവിടെ കോഴ്സിന് ജോയിൻ ചെയ്യൂല. അത് ഈ നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലുള്ള എല്ലാ ആളുകൾക്കും അറിയാം. ഈ ക്ലാസ് എടുക്കുന്ന അധ്യാപകർക്ക് അറിയും, നമ്മെപ്പോലെ ലൈവിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും അറിയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങൾ ചോദ്യം കണ്ടോ നമ്മൾ എന്ത് ചെയ്യുക, ഏതാണോ നമുക്ക് ആൻസർ തോന്നുന്നത് നമ്മളവിടെ ആൻസർ ചെയ്യാം. തെറ്റിയാൽ ഒരു വിഷയവുമില്ല, അത് നമുക്ക് പഠനത്തിന് സഹായകമാവേ ഉള്ളൂ. അപ്പൊ ഇവിടെ ബദിഉസ്സമാൻ അൽ ഹമദാനിയെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. അതിനു മുമ്പ് ഒരു ചോദ്യവും കൂടെ. തൊട്ടടുത്ത വർഷം 2019 ജൂൺ നെറ്റ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത്, ഹദ്ദസ താരീഖ് അന്നഹു കാന യൻദുറു ഫി ഔറാഖി മിൻ കിതാബിൻ ലം യഅരിഫ്ഹു നളറതൻ വാഹിദ സുമ്മ യുഅദ്ദി മാ ഫീഹി ഇല്ലാ യഖരിമു മിൻഹു ഹർഫ. എന്നുവെച്ചാൽ ചരിത്രം അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, അന്നഹു കാന യൻദുറു ഫി ഔറാഖ് മിൻ കിതാബ്, അദ്ദേഹം പുസ്തകത്തിലെ ഏതെങ്കിലും ഒരു പേജിലേക്ക് ഒറ്റ നോട്ടം നോക്കും. ലം യാരിഫു, അദ്ദേഹത്തിന് മുമ്പ് അറിയാത്ത ഒരു പുസ്തകമാണ്, ആ പുസ്തകത്തിലെ ഒരു പേജിലേക്കാണ് അദ്ദേഹം ചെയ്യണത്, നോക്കുന്നത്. നളറതൻ വാഹിദ, ഒരൊറ്റ നോട്ടേ നോക്കുള്ളൂ. എന്നിട്ടോ ആ പുസ്തകം ഒന്നുകിൽ അവിടെ മടക്കി വെച്ച്, അല്ലെങ്കിൽ ആ കണ്ണ് അദ്ദേഹം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം സുമ്മ യുഅദ്ദി മാ ഫീഹി ഇല്ലാ യഖരിമു മിൻഹു ഹർഫൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ പിന്നെ ആ പേജിലുള്ള കാര്യങ്ങൾ അദ്ദേഹം ഒരു ഹർഫ് പോലും വിടാതെ അത് അതേപോലെ അദ്ദേഹം പറയുമായിരുന്നു. ആ കാര്യത്തെ അദ്ദേഹം അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഓർത്തെടുക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് അടുത്തതായി ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് പലരും ആൻസർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, കറക്റ്റ് ആണ്, ഓപ്ഷൻ ബി തന്നെയാണ്. ഓക്കെ, എന്നാലും കുറെ ആളുകൾ ഇപ്പോഴും ആൻസർ ചെയ്യാത്തവരായിട്ടുണ്ട്. നിങ്ങൾ തെറ്റുന്നതൊന്നും നോക്കേണ്ട, ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. ഓപ്ഷൻ ബി തന്നെയാണ് കറക്റ്റ് ആൻസർ, ബദിഉസ്സമാൻ അൽ ഹമദാനി. അപ്പോ 2 പോയിന്റ്സ് ആണ് ഇപ്പൊ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ 2 ചോദ്യങ്ങളാണ് നമ്മളിപ്പോ ഇവിടെ കണ്ടത്. രണ്ടും ബദിഉസ്സമാൻ അൽ ഹമദാനിയെ കുറിച്ച് 2 വർഷങ്ങളിൽ ചോദിച്ചതാണ്. അപ്പൊ ഇതിപ്പോ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് നമ്മുടെ ക്ലാസ്സിലെ നോട്ട്സിലും ഇത് ലഭിക്കുന്നതായിരിക്കും. പക്ഷെ അതോടുകൂടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ഉമ്മഹാത്തുൽ കുത്തുബ് നമ്മുടെ നോട്ടിന് പുറമെ എന്തായിരുന്നാലും വായിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ അതില് ഒറ്റ വാള്യമുള്ള ഗ്രന്ഥം നമ്മൾ പറഞ്ഞത് താരീഖുൽ അദബുൽ അറബി ലി അഹ്മദ് ഹസൻ സയ്യാദ് എന്ന് പറയുന്ന ആളുടെ ഗ്രന്ഥമാണ്. അതിൽ വന്നിട്ടുള്ള 2 പോയിന്റ്സ് ആണ് ഇപ്പൊ ഇവിടെ ഈ 2 ചോദ്യങ്ങളിൽ വന്നിരിക്കുന്നത്. ഇതാണ് ഇപ്പൊ ആ ഗ്രന്ഥത്തിന്റെ PDF നിന്ന് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത ഭാഗമാണിത്. നോക്കൂ, ഇവിടെ 2 പാരഗ്രാഫിലായി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണിത്. ഒന്നിപ്പോ വഖ്തുലിഫ ഫി മൗതിഹി, അദ്ദേഹത്തിന്റെ മരണത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫഖീല മാത മസ്മൂമൻ, അദ്ദേഹം വിഷം തീണ്ടിയിട്ടാണ് മരണപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. വഖീല, അതല്ല, മറ്റൊരു അദ്ദേഹത്തെ കുറിച്ച് മരണത്തെ കുറിച്ച് പറയപ്പെടുന്നത് മാത ബിസക്ത, അദ്ദേഹം അറ്റാക്ക് വന്നാണ് മരണപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. വഉജില ബിദഫ്നിഹി, അങ്ങനെ എന്ത് ചെയ്തു, അദ്ദേഹത്തെ ഈ രൂപത്തിൽ പെട്ടെന്ന് മറമാടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അവർ ധൃതി കാണിച്ചു. അങ്ങനെ ഫഅഫാഖ ഫീ ജദസിഹി വസമിഅ സൗതഹു ബില്ലൈൽ ഫനബശു അലൈഹി ഫവജദൂഹു ഖദ് മാത്. അപ്പോ ആ ഖദ് മാത് എന്ന് പറയുന്ന ഭാഗം വരെയാണ് ആ ചോദ്യത്തിൽ വന്നിരുന്നത്.
പിന്നെ ചെറിയൊരു ഭാഗവും കൂടി അവിടെ ഉണ്ട്. ഖാബിലൻ അലാ ലിഹിയതിഹി മിൻ ഹൗലിൽ ഖബർ. ആ ഖബറിന്റെ ഉള്ളിൽ അദ്ദേഹം തന്റെ താടിയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം ശരിക്കപ്പോ അദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോ ഈ ഒരു ഇബാറത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു ആലം. ഏതായിരുന്നാലും ഇതിപ്പോ ഈ താരീഖുൽ അദബുൽ അറബി അഹമ്മദ് ഹസൻ സയ്യാത്തിന്റെ ഗ്രന്ഥത്തിൽ വന്നിട്ടുള്ള ഭാഗം അത് അങ്ങനെ തന്നെ എടുത്തു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അതേപോലെ അഖ്ലാഖുഹു വ മവാഹിബുഹു എന്ന് പറയുന്ന ഭാഗത്ത് കണ്ട അദ്ദേഹത്തെ കുറിച്ച് കൊടുത്തത് ഹദ്ദസ താരീഖു അൻഹു അന്നഹു കാന യൻദുറു ഫി ഔറാഖി മിൻ കിതാബിൻ ലം യഅരിഫ്ഹു നളറ വാഹിദ ثم يؤدي ما فيها لا يخرم منه حرفا. ഇതും ഇതേപോലെ തന്നെയാണ് ആ ഒരു ചോദ്യത്തിൽ എടുത്തു കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതേപോലെ പുസ്തകവും കൂടി ഒന്ന് വായിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി നന്നാവും എന്ന് ഓർമ്മപ്പെടുത്താനാണ് ആ ഒരു ഭാഗം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി കഴിഞ്ഞ വർഷം ഡിസംബർ 2023 ചോദിച്ച ഒരു ചോദ്യമാണ് നെറ്റിന് ചോദിച്ചിട്ടുള്ള സിൽ മാ ഫിൽ അമൂദി അലിഫ് മാ യുനാസിബുഹു ഫിൽ അമൂദ് ബാ. എന്ന് വെച്ചാൽ 2 കോളങ്ങൾ ഇവിടെയുണ്ട്. അലിഫ് എന്നൊരു കോളം, അമൂദ് എന്നുവെച്ചാൽ കോളം, അതേപോലെ ബാ എന്നൊരു കോളം ഉണ്ട്. അവ തമ്മിൽ യോജിപ്പിക്കാനാണ്. അപ്പൊ അതിൽ 1-ാം കോളത്തില് ഹസ്സാൻ ഇബ്നു സാബിത്ത്, ഫറസ്ദഖ്, മുത്തനബ്ബി, ഇബ്നു ഖഫാജ, ഇങ്ങനെ 4 കവികളെ കുറിച്ച് അവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്ത ഭാഗത്ത് അശാഇറുൽ അബ്ബാസി, അശാഇറുൽ മുഖ്ലറം, അശാഇറുൽ ഉന്ദുലുസി, അശാഇറുൽ ഉമവി, ഇങ്ങനെയാണ് 2-ാം കോളത്തിലുള്ളത്. എന്നിട്ട് ഇപ്പുറത്ത് അവിടെ ABCD ആ ബ്ലാക്ക് ഇതിൽ കൊടുത്തത് കണ്ടോ? അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആൻസർ തിരഞ്ഞെടുക്കേണ്ടത്. A ആണോ, B ആണോ, C ആണോ, D ആണോ എന്ന് വെച്ചാൽ അവിടെ അലിഫിന് നേരെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. ഏതാണ് വരുന്നത്? ബാഇന് നേരെ ഏതാണ്, ജീമിന് നേരെ ഏതാണ്, ദാലിന് നേരെ ഏതാണ്. അപ്പോ ഇത്തരത്തിലുള്ള ചോദ്യം കാണുമ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ ആയിരിക്കും. ഈ ചോദ്യങ്ങൾ കാണുമ്പോഴേക്ക് ബേജാറാവുന്ന ആളുകളുണ്ട്. അതിനൊന്നും ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ മിക്കവാറും നമുക്ക് ആൻസർ ചെയ്യാവുന്ന രൂപത്തിലായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. മാത്രമല്ല ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് 1-2 എണ്ണം കിട്ടിയാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. ഉദാഹരണമായിട്ട് ഇപ്പൊ ഹസ്സാൻ ഇബ്നു സാബിത്തിനെ കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. അദ്ദേഹം സ്വഹാബിയാണ് റളിയല്ലാഹു അൻഹു. അപ്പോ ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്ന് പറയുമ്പോൾ ജാഹിലി കാലഘട്ടത്തിൽ ജീവിച്ചു 60 വർഷം. അതുപോലെ തന്നെ ഇസ്ലാമിക കാലഘട്ടത്തിലും 60 വർഷം ജീവിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ 2 കാലഘട്ടത്തിലും ജീവിക്കുകയും 2 കാലഘട്ടത്തിലും കവിതകൾ രചിക്കുകയും ചെയ്ത ആളുകൾക്കാണ് അശാഇറുൽ മുഖ്ലറം എന്ന് പറയുന്നത്. അത് മിക്കവാറും എല്ലാവർക്കും അറിയുന്ന ഒരു പോയിന്റ് ആയിരിക്കും. അപ്പൊ അത് നമുക്ക് അറിയുമെങ്കിൽ അലിഫ് 2 എന്ന് വരുന്നത് നോക്കാം. അത് വരുന്നത് നമുക്ക് ഈ കൂട്ടത്തിൽ ഇപ്പൊ 2 എണ്ണാണുള്ളത്. ഓക്കെ, ഇതൊക്കെ ഇപ്പൊ സിമ്പിളായി അറിയുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ട് കേട്ടോ. ഞാൻ തുടക്കക്കാരെ കൂടി പരിഗണിച്ചാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോ അലിഫ് 2 വരുന്നത് 2 എണ്ണം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ സിയും ഡിയും ഒഴിവാക്കാം. ഇനി അത് നോക്കേണ്ടതില്ല. ഇനി A ആണോ B ആണോ എന്നുള്ളത് നോക്കാൻ നമുക്ക് അടുത്തത് നോക്കാം. അൽ ഫറസ്ദഖ് എന്നുള്ളത് ചിലപ്പോ അറിയുന്ന ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ അൽ മുത്തനബി എന്ന് പറയുന്നത് ആളുകൾ ഉണ്ടാവും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് അറിയുകയാണെങ്കിൽ തന്നെ ഇപ്പൊ ഫറസ്ദഖ് എന്ന് പറയുന്നത് ഉമവി കാലഘട്ടത്തിൽ വരുന്ന പ്രസിദ്ധനായ ഒരു കവിയാണ്. അപ്പൊ അതറിയുമെങ്കിൽ ബാ 4 വരുന്നത് നോക്കാം. അപ്പൊ അത് നോക്കുമ്പോഴും ബാ 4 വരുന്നത് ആകെ ഒന്നേ ഉള്ളൂ. ബാ 4 വരുന്നത് ഓപ്ഷൻ A മാത്രമാണ്. അപ്പൊ അതോടുകൂടി തന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്തു? ആൻസർ തീരുമാനമായി. പിന്നെ ജീമ്, മുത്തനബി, അശാഇറുൽ അബ്ബാസി 1 അല്ലെ. അതേപോലെ ഇബ്നു ഖഫാജ എന്ന് പറയുന്നത് സ്പെയിൻ ലിറ്ററേച്ചറിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. അശാഇറുൽ ഉന്ദുലുസി. ഓക്കെ, പല ആളുകളും ആൻസർ ചെയ്തത് കറക്റ്റ് തന്നെയാണ്. ഓപ്ഷൻ A ആണ് ഇപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് എല്ലാ ചോദ്യങ്ങളും നമുക്കിപ്പോ അതേപോലെ എളുപ്പമായിക്കൊള്ളുന്നില്ല. എന്നാൽ എല്ലാ ചോദ്യവും പ്രയാസമാവും എന്നും വിചാരിക്കരുത്. ഓക്കെ, രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവായിട്ട് തന്നെ കാണാം. കുറച്ച് ചോദ്യങ്ങൾ എന്തായിരുന്നാലും എളുപ്പമുള്ളതുണ്ടാവും. അതിനോട് കൂടെ നമുക്കിപ്പോ JRF തീരുമാനമാവാൻ എന്തുണ്ടാവും? സ്വാഭാവികമായിട്ടും കുറച്ച് ടഫായ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം പഠിച്ചാൽ എല്ലാം സിമ്പിളായി മാറും. അതാണ് നമ്മൾ ഓരോരുത്തരും മുന്നിൽ കാണേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക? ഇനിയുള്ള ദിനങ്ങൾ നന്നായിട്ട് പഠിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. ഇനി നമ്മളിപ്പോ യൂണിറ്റ് 2 നിന്നാണ് ഇപ്പൊ 2 ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത്. ഇനി യൂണിറ്റ് 1 അതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്.
അശ്ശാഇറുല്ലദി യുഅദ്ദു മിൻ ശുഅറാഇൽ ബിലാത്ത്. ഷാഇറുൽ ബിലാത്ത് എന്ന് പറഞ്ഞാൽ ആർക്കാണ് പറയാ? ആർക്കാ ഷാഇറുൽ ബിലാത്ത് എന്ന് പറയുന്നത്? ഷാഇറുൽ ബിലാത്ത് കേട്ടിട്ടുണ്ടോ? ഷാഇറുൽ ബിലാത്ത് എന്ന് എന്താണ് മലയാളത്തിൽ പറയാ? ഷാഇറുൽ ബിലാത്തിന് അതെ, കൊട്ടാര കവികൾക്കാണ് ഷാഇറുൽ ബിലാത്ത് എന്ന് പറയുന്നത്. ഷുഅറാ ഉൽ ബിലാത്ത് എന്ന് വെച്ചാൽ കൊട്ടാര കവികൾ. ഷാഇറുൽ ബിലാത്ത് എന്ന് വെച്ചാൽ കൊട്ടാര കവി. അപ്പോ ഈ കൂട്ടത്തിൽ താഴെ കൊടുത്തതിൽ ആരോ ഒരാള് കൊട്ടാര കവികളിൽ പെട്ട ആളാണ്. അതാരാണ് എന്നാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ആൻസർ വന്നത് ഓപ്ഷൻ എ ആണ്. കറക്റ്റ് ആൻസറും അത് തന്നെയാണ്, അന്നാബിഗത്തു ദുബിയാനി. അപ്പൊ ഇതിപ്പോ 2022 നടന്ന നെറ്റിന് ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പൊ നോക്കൂ, ഇതേ രൂപത്തൊക്കെ മിക്കവാറും നമ്മൾ പലപ്പോഴായി കേട്ട പോയിന്റ് തന്നെയാണ്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ അന്നാബിഗത്തു ദുബിയാനി എന്ന് പറയുന്നത് നമുക്ക് സിലബസിൽ പ്രത്യേകമായി പറഞ്ഞിട്ടില്ല. എന്നാൽ നമുക്ക് യൂണിറ്റ് 1-ൽ അൽ മുഅല്ലഖാത്തു വ അസ്ഹാബുഹ എന്ന് പറയുന്ന ഒരു ഹെഡിങ് അവിടെ ഉണ്ട്. അതിന് താഴെ 4 പേരാണ് നമുക്ക് സിലബസിൽ നൽകിയിരിക്കുന്നത്. ഇമ്രുൽ ഖൈസ്, സുഹൈറുബിൻ അബി സുൽമ, അമ്രുബിൻ കുൽസൂം, അൻതറത്തുബിൻ ഷിദ്ദാദ് അൽ അബസി. ഇങ്ങനെ 4 പേരെയാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ അവിടെ അൽ മുഅല്ലഖാത്തു വ അസ്ഹാബുഹ എന്ന ഒരു ഹെഡിങ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് അതിന് താഴെയുള്ള ബാക്കി അൽ മുഅല്ലഖാത്തു സബഇലെ 3 പേര് എന്തായിരുന്നാലും നോക്കണം. അതുപോലെ തന്നെ അൽ മുഅല്ലഖാത്തുൽ അശർ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന 10 പേര് ടോട്ടൽ 10 പേര് നമ്മൾ എന്തായിരുന്നാലും എന്ത് ചെയ്യണം, നോക്കേണ്ടതുണ്ട് എന്നർത്ഥം. അതൊക്കെ ഇൻഷാ അല്ലാഹ് ആ യൂണിറ്റ് 1-മായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാം. പ്രാഥമികമായിട്ട് നമ്മൾ എല്ലാവരെയും നോക്കേണ്ടതുണ്ട്. അതിന് പറ്റിയ ഒരു ഉദാഹരണവും കൂടിയാണ് ഇപ്പൊ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നാബികയെ കുറിച്ച് നമുക്ക് വിശദമായി പിന്നീട് പഠിക്കാം ഇൻഷാ അല്ലാഹ്. അദ്ദേഹത്തെ കുറിച്ച് എന്തായിരുന്നാലും നമ്മൾ നോക്കി വെക്കണം. ഓക്കെ, ഇനി ഒരു ചോദ്യവും കൂടെ, ഇതോടുകൂടെ നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. എന്ന് വെച്ചാൽ നമുക്ക് യൂണിറ്റ് 2-ൽ ആദ്യം തന്നെ കൊടുത്തിട്ടുള്ള ഒരാളാണ് ഈ ചോദ്യത്തിന്റെ ആൻസർ ആയി വരുന്നത്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 2 കവിതകൾ അല്ലെങ്കിൽ 2 വരി കവിതകൾ കൊടുത്ത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹാദാനിൽ ബൈത്താനി, ഈ 2 ബൈത്തുകളും മിൻ ഷിഅരി അദീബിൻ, ഒരു സാഹിത്യകാരന്റെ വരിയാണ്. യർസീൽ യഹവൈനി, തന്റെ 2 സഹോദരന്മാരെ വിലപിച്ചുകൊണ്ട് അദ്ദേഹം പാടിയിട്ടുള്ള വരികളാണ്. അല്ലെ, വിലാപകാവ്യം എന്ന് പറയുമ്പോൾ മരണപ്പെട്ട ശേഷം നടത്തുന്ന കവിതയാണ്. അപ്പൊ ആരാണ് ഈ 2 കവിതയുടെ അല്ലെങ്കിൽ ഈ 2 വരി കവിതയുടെ സ്വാഹിബ് ആരാണെന്നാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആൻസറുകൾ വരുന്നു. ഒരുപാട് ആളുകൾ ബി ആൻസർ ചെയ്തു, അതുപോലെ തന്നെ എയും ആൻസർ വരുന്നുണ്ട്. മത്സരമാണ്, കഴിഞ്ഞ ചോദ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ചോദ്യത്തിന് മത്സരമുണ്ട്. അപ്പോ ഒന്നുകിൽ ഇപ്പോ PSC ക്ലാസ്സുകളിലേക്കുള്ള ആളുകളാണെങ്കിൽ അവിടെ ഞാൻ ഓൾറെഡി കാണിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്നല്ല, എന്നാൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. നമുക്ക് യൂണിറ്റ് 2-ൽ പഠിക്കാനുള്ളത് അൻ നസറുൽ അറബി ഹത്തൽ അസ്റിൽ അബ്ബാസി എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. എന്ന് വെച്ചാൽ ഗദ്യ സാഹിത്യം ജാഹിലി കാലഘട്ടം മുതൽ അബ്ബാസി കാലഘട്ടം വരെ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതില് ആദ്യം തന്നെ നമുക്ക് അവിടെ പഠിക്കാനുള്ളത് അൽ ഖത്വാബത്തു ഫിൽ അസ്റിൽ ജാഹിലി എന്ന് പറയുന്ന ഭാഗമാണ്. അവിടെ 2 ഖത്തീബുമാരെയാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഖുസ്ബിൻ സാഇദ അൽ ഇയാദി, മറ്റൊന്ന് അക്സം ഇബ്നു സ്വൈഫി അത്തമീമി. ഇങ്ങനെ 2 പേരെയാണ് പഠിക്കാനുള്ളത്. അപ്പോ നമ്മളിപ്പോ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ 2 വരി കവിത കൊടുത്തു, എന്നിട്ട് ഈ 2 വരി കവിതയും ഒരു സാഹിത്യകാരന്റെ വരികളാണ്, തന്റെ 2 സഹോദരന്മാരെ വിലപിച്ചുകൊണ്ട് പാടിയതാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആൻസർ അത് ഖൻസാ തന്നെയായിരിക്കും. ആദ്യം കേൾക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഖൻസാ പ്രസിദ്ധി നേടിയിട്ടുള്ളത് തന്നെ റിസാഇലാണ്, വിലാപകാവ്യത്തിലാണ്. അവരുടെ 2 സഹോദരന്മാർ യൗമുൽ കിലാബ് എന്ന് പറയുന്ന യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. അപ്പൊ അവരെ വിലപിച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, കവിത പാടുകയും അതിലാണ് അവർ പ്രസിദ്ധി നേടുകയും ചെയ്തിട്ടുള്ളത്.
അപ്പൊ അതറിയുന്നത് കൊണ്ടാണ് പലരും ഓപ്ഷൻ എ ആൻസർ ചെയ്തിരിക്കുന്നത്. സമാനമായി തന്റെ 2 സഹോദരന്മാർ മരണപ്പെട്ടു. ആ 2 സഹോദരന്മാരെയും സ്വന്തം കൈകൾ കൊണ്ട് തന്നെ മരണാനുബന്ധ ക്രിയകൾ ചെയ്ത് അങ്ങനെ മറമാടിയിട്ടുള്ള ആളാണ് ആര്? ഖുസ് ബിൻ സാഇദ അൽ ഇയാദി. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അദ്ദേഹം നമ്മൾ ഖതീബ് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തെ ആ സിലബസിൽ പഠിക്കുന്നത്. എന്നാൽ ജാഹിലി കാലഘട്ടത്തിലെ ഒരു ഷാഇർ കൂടിയാണ്. അപ്പൊ നമ്മൾ അറബി സാഹിത്യം പഠിക്കുമ്പോൾ അദ്ദേഹത്തെ എല്ലായിടങ്ങളിലും ചർച്ച ചെയ്യാറുള്ളത് ഗദ്യ സാഹിത്യത്തിന്റെ ഏരിയയിലാണ്. കാരണം അദ്ദേഹം വളരെ വലിയ ഒരു പ്രാസംഗികനായിരുന്നു. അതോടൊപ്പം കവിത കൂടി രചിക്കുന്ന ആളായിരുന്നു. അതില് അദ്ദേഹം തന്റെ 2 സഹോദരന്മാരെ വിലപിച്ചുകൊണ്ട് പാടിയിട്ടുള്ള 2 വരികളാണ് ഇപ്പൊ ഇവിടെ നൽകിയിരിക്കുന്നത്. ഖലീലയ്യ ഹുബ്ബൻ ത്വാലമാ ഖദ് റഖത്തുമാ അജിദ്ദകുമാ ലാ തഖ്ലിയാനി കറാകുമാ അലം തഅലമാ അന്നി ബിസിംആന മുഫ്റദുൻ വമാ ലിയ ഫീഹി മിൻ ഹബീബിൻ സിവാകുമാ. ഈ 2 സഹോദരന്മാരും മരണപ്പെട്ടു. അങ്ങനെ അവരെ മറമാടി പിന്നീട് ആ ഖബറിന്റെ അടുക്കൽ വെച്ച് അദ്ദേഹം പാടിയിട്ടുള്ള വരികളാണിവ. എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം മറമാടിയത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഇദ്ദേഹം പിന്നീട് ഒരു സാഹിദായി മാറി എന്നാണ്. എന്ന് വെച്ചാൽ ഒരു പരിത്യാഗിയായി മാറി, ദുനിയാവിനോടൊക്കെ വിരക്തി നേടിക്കൊണ്ട് ഒരു സാഹിദായി മാറാൻ കാരണമായ ഒരു സംഭവം കൂടിയാണിത്. അപ്പൊ അദ്ദേഹം ഈ 2 സഹോദരന്മാരെ മറമാടിയിരിക്കുന്നത് ദൈർ സിംആൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് മറമാടിയിരിക്കുന്നത്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഇദ്ദേഹം ഇത് പാടുന്നത്. ഖലീലയ്യ, എന്റെ 2 സഹോദരന്മാരെ, ഹുബ്ബൻ എന്ന് വെച്ചാൽ സാധാരണ അറബിയിൽ ഉണരു എന്ന അർത്ഥത്തിലൊക്കെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. അപ്പൊ നിങ്ങൾ 2 പേരും എന്ത് ചെയ്യൂ? ഉണരൂ. ത്വാലമാ ഖദ് റഖത്തുമാ, എത്ര നേരമായി നിങ്ങൾ 2 പേരും ഉറങ്ങുന്നു. അജിദ്ദകുമാ ലാ തഖ്ലിയാനി കറാകുമാ, ആ ഉറക്കത്തിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ട് അങ്ങേയറ്റം ആഴ്ന്നു പോയിട്ടുണ്ട്. അജിദ്ദകുമാ എന്ന് വെച്ചാൽ അതിൽ അങ്ങേയറ്റം നിങ്ങൾ ആഴ്ന്നു പോയിട്ടുണ്ട്. ലാ തഖ്ലിയാനി കറാകുമാ, എത്രത്തോളം നിങ്ങൾ ഇതുവരെ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല എന്ന രൂപത്തിലാണ് നിങ്ങൾ ഉറങ്ങുന്നതല്ലോ. അലം തഅലമാ, നിങ്ങൾക്ക് 2 പേർക്കും അറിയില്ലേ? അന്നീ ബിസിംആന മുഫ്റദുൻ, ഈ സിംആൻ അതാണ് ദൈർ സിംആൻ എന്ന് പറയുന്ന പ്രദേശമാണ്. അപ്പൊ അവിടെ ഈ സിംആൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഞാൻ ഒറ്റക്കാണ്. വമാ ലിയ ഫീഹി മിൻ ഹബീബിൻ സിവാകുമാ, നിങ്ങൾ 2 പേരും അല്ലാതെ എനിക്ക് വേറെ ഹബീബുകൾ ആരുമില്ല ഇവിടെ എന്ന് പറഞ്ഞ് അദ്ദേഹം വിലപിച്ച് പാടിയ ഒരു 5-6 വരികളുണ്ട്. അപ്പൊ ഇത് ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്ന എല്ലാ ഭാഗങ്ങളിലും രേഖപ്പെടുത്തിയ വരികളാണ്, പ്രധാനപ്പെട്ട വരികളാണ്. അപ്പൊ ഇങ്ങനെ ഇൻഷാ അല്ലാഹ് ബാക്കി ഓരോ യൂണിറ്റിലും വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. നിങ്ങളോട് ഞാൻ തുടക്കം മുതൽ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാണ്. നിങ്ങൾ ഈ ഒരു തുടക്കത്തിലുള്ള നിങ്ങളുടെ ആവേശവും അതേപോലെ തന്നെ താല്പര്യവും ഒക്കെ എക്സാം വരെ, നാളെ എക്സാം ആണെങ്കിൽ ഇന്ന് രാത്രി വരെ അല്ല, നാളെ എക്സാമിലേക്ക് നിങ്ങൾ പോകുന്നത് വരെ താല്പര്യത്തോടു കൂടി നിങ്ങൾ തുടരുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെയൊക്കെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളോട് ഐ ക്വാളിഫൈഡ് JRF, ഐ ക്വാളിഫൈഡ് നെറ്റ് എന്ന് ഒന്നുകിൽ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ നേരിട്ട് അതല്ലെങ്കിൽ മെസ്സേജിലൂടെ സ്റ്റാറ്റസിലൂടെയൊക്കെ നിങ്ങൾക്ക് അറിയിക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് വഫഖകുമുല്ലാഹു ജമീഅ. എല്ലാവർക്കും അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ കൂടെയുണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടി ഈ ഒരു സെഷൻ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ശുക്രൻ അലാ ഹുസ്നി ഇസ്തിമാഇക്കും വ തആവുനിക്കും വ ഇലാഹുന അത്റുകുക്കും ഫി റായത്തില്ലാ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.